സ്വർഗത്തിൽ നാം കടക്കുന്നതിന് ഏറ്റവും മാനദണ്ഡമായ അല്ലാഹു തആല നാം വിജയിക്കുവാനുള്ള കാരണമായി പ്രധാനമായും നമ്മോട് സൂചിപ്പിച്ചിട്ടുള്ള ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട സ്വഭാവം, അവന്റെ പെരുമാറ്റ രീതികൾ, അവന്റെ ഇടപെടലുകൾ ഇതിനെ സംബന്ധിച്ച നാം ചെറുപ്പത്തിലെ ഹദീസിൽ പഠിച്ച കാര്യമാണ്. ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ കടത്തുന്ന കാര്യം എന്താണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ അത് ഹുസ്നുൽ ഖുലുഖാണ് എന്നാണ് പറഞ്ഞത്. സൽ സ്വഭാവം. അതൊരാളോട് ചിരിക്കുക, ഒരാളെ കാണുമ്പോൾ സലാം പറയുക എന്നതിൽ മാത്രം ഉൾപ്പെടുന്ന ഒരു കാര്യമല്ല. എൻ്റെ ജീവിതത്തിൽ ഇന്ന് രാവിലെ ഞാൻ ഈ സമയം വരെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിൽ ഞാൻ ക്ഷമിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവും, ഞാൻ സന്തോഷത്തോടെ പറയേണ്ട കാര്യങ്ങൾ ഉണ്ടാവും, ഞാൻ എൻ്റെ ഭക്ഷണക്രമത്തിൽ പാലിക്കേണ്ട മര്യാദകൾ ഉണ്ടാവും. ഇങ്ങനെ തുടങ്ങി ചെയ്യുന്ന എല്ലാ നന്മകളും സൽസ്വഭാവത്തിന്റെ ഭാഗമാണ്. ഏതൊക്കെ തിന്മകളുണ്ടോ ആ തിന്മകൾ മുഴുവൻ ദുസ്വഭാവത്തിന്റെയും ഭാഗമാണ്. അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഅ്മിനിന് മറ്റൊരു മുഅ്മിനോടുള്ള കടമയായി പറഞ്ഞ കാര്യങ്ങൾ ഹദീസുകളിൽ പഠിച്ചവരാണ് നമ്മൾ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സാധാരണ നാം ചെയ്യുന്ന സംഗതികളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളുടെ ഭാഗമാണ്. ആ ചര്യകൾ മുഴുവൻ സ്വഭാവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നല്ലവർക്കല്ലാത്തവർക്ക് അത് പറയാൻ കഴിയില്ല. സൽസ്വഭാവികളല്ലാത്ത ആളുകൾക്ക്, ഉത്തമ സ്വഭാവത്തിന്റെ ഉടമകളല്ലാത്ത ആളുകൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ സ്വീകരിക്കുവാനോ ഉൾക്കൊള്ളുവാനോ കഴിയുകയില്ല. ഒന്നേതാണ്, ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി. ഒരാളെ കണ്ടുമുട്ടിയാൽ സലാം പറയണം, അയാളെ ചീത്ത പറയല്ല, അല്ലെങ്കിൽ അയാളോടൊന്നും മിണ്ടാതിരിക്കുകയല്ല, അയാളെ തറപ്പിച്ചു നോക്കുകയല്ല, അയാളിൽ നിന്ന് വഴിവെരിഞ്ഞു പോവല്ല. ഒരാളെ കാണുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറയാം. അത് ആർക്കേ കഴിയുള്ളൂ? സൽസ്വഭാവിക്കേ അത് കഴിയുള്ളൂ. രാവിലെ പള്ളിയിലേക്ക് വന്നതാണ്, അയൽവാസിയാണ്, എന്താ ഞാൻ അവനോട് സലാം പറഞ്ഞിട്ട് എന്ന് സൽസ്വഭാവിയായ ഒരാൾ ചിന്തിക്കൂല. ചെന്ന് സലാം പറയും. സലാമിന്റെ പ്രത്യേകത എന്താണ്? പറയൽ സുന്നത്താണ്, മടക്കൽ വാജിബാണ്. വാജിബായ നിർബന്ധമായ കാര്യത്തിനാണ് സുന്നത്തായ കാര്യത്തെക്കാളും കൂലിയുള്ളത്. പക്ഷേ ചില സുന്നത്തുകൾക്ക് അള്ളാഹു നിർബന്ധമായ കാര്യത്തെക്കാളും കൂലി നൽകുന്നതാണ്. അതിൽപ്പെട്ട ഒന്നാണ് സലാം പറയാന്ന് പറഞ്ഞാൽ. മടക്കുക എന്ന നിർബന്ധ ബാധ്യത ചെയ്തതിനേക്കാളും സലാം പറഞ്ഞ ആൾക്കാണ് അള്ളാഹു തആല കൂടുതൽ പ്രതിഫലം നൽകുക. പിന്നെ എന്താണ്? വഇദാ ദഅക ഫഅജിബുഹു. ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ ഒരാളെ വിളിക്കുകയാണ്. നിനക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നോ, നിന്റെ കാര്യമല്ലേ. അങ്ങനെ ഒരു മുഅ്മിൻ പറയില്ല. നിന്റെ വീട്ടിൽ കല്യാണമുണ്ട്, നീ വാ. ഓ, നിന്റെ വീട്ടിലൊന്നും വരാനുള്ള യോഗ്യതയല്ല എനിക്കുള്ളത് എന്നൊരു മുഅ്മിൻ പറയില്ല. അല്ലെങ്കിൽ ഇന്ന് എന്റെ വീട്ടിൽ നിന്ന് ഒരു വെള്ളം കുടിച്ചാലോ, എനിക്ക് വെള്ളമൊന്നും വേണ്ട, നിന്റെ വീട്ടിലൊന്നും കയറാൻ അത്ര ചെറിയ ആളല്ല ഞാൻ എന്നൊരു മുഅ്മിൻ ചിന്തിക്കൂല. ഒരാള് നമ്മെ ഏതൊരു കാര്യത്തിന് ക്ഷണിച്ചാലും ആ ക്ഷണം സ്വീകരിക്കൽ ഒരു ബാധ്യതയാണ്. ഇങ്ങനെ 6 കാര്യങ്ങളുണ്ട്. ഒരാള് നിന്റെ മുമ്പിൽ വെച്ച് തുമ്മിയാൽ, നോക്കണം നിങ്ങൾ, തുമ്മലിനെ കുറിച്ചുള്ള വലിയ വിശകലനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഇവിടെ എന്താ പറയുന്നത്? ഒരാള് നിന്റെ മുമ്പിൽ വെച്ച് തുമ്മി, അവൻ അള്ളാഹുവിനെ സ്തുതിച്ചു, പടച്ച തമ്പുരാനെ സ്തുതിച്ചാൽ അയാൾക്ക് വേണ്ടി നീ കരുണക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മൾ പറയുന്നതാണ് അള്ളാഹു നിനക്ക് കരുണ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യൽ ബാധ്യതയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, എത്ര മനോഹരമാണ്. ഇത് മാത്രമല്ല, ഒരാള് രോഗിയായാൽ അയാളെ പോയി കാണണം, ഒരാള് മരണപ്പെട്ടാൽ അയാളുടെ മയ്യിത്ത് നീ പിന്തുടരണം. ഇങ്ങനെ തുടങ്ങി
അള്ളാഹുവിന്റെ ഹബീബ് സാമൂഹിക ജീവിതത്തിൽ വലിയ ബാധ്യതയായി ചുറ്റുപാടുകളിൽ നാം ചെയ്യേണ്ട കർത്തവ്യങ്ങളായി പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ സൽസ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ്. അതൊരു നല്ല സ്വഭാവത്തിന്റെ ഉടമയ്ക്ക് ഇത് പാലിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണല്ലോ ഈമാന്റെ ചെറിയ ശാഖ ഏതാണ്? ഇമാത്തത്തുൽ അദാ അനി ത്വരീഖാണ്. നിങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ വഴിയൊരു കല്ല് കാണുന്നുണ്ട്, ആ കല്ലൊന്ന് അപ്പുറത്തേക്ക് എടുത്തിടാൻ നല്ല മനുഷ്യനല്ലേ കഴിയൂ? അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പോകുമ്പോ വഴിയിൽ ഒരു മരക്കഷ്ണം കിടക്കുന്നത് കാണുന്നുണ്ട്, ഏതെങ്കിലും ബൈക്ക് ആ മരക്കഷ്ണത്തിൽ തട്ടിയാൽ തട്ടി വീഴും, നിങ്ങളത് കണ്ട് മറിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞുപോയി സൽസ്വഭാവിക്ക് ബൈക്ക് അവിടെ നിർത്തിയിട്ട് അത് എടുത്തു മാറ്റാൻ കഴിയുള്ളൂ. ഇങ്ങനെ ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഇത് ഇബാദത്താണ്. സൽസ്വഭാവം എന്നത് വലിയ ഇബാദത്താണ്. അപ്പൊ നമ്മളെ ഇബാദത്തായി കണ്ടിരിക്കുന്ന സംഗതി ഏതാണ് കൂട്ടുകാരെ? നമ്മുടെ നിസ്കാരങ്ങൾ, സക്കാത്ത്, ഹജ്ജ്, ഇതൊക്കെയാണ് നമ്മളുടെ മുമ്പിലുള്ള ഇബാദത്തുകൾ. അത് മാത്രമല്ല, നമ്മൾ കൃത്യമായി ചിന്തിച്ചാൽ ഒരു കാര്യം വ്യക്തമാവും. സത്യത്തിൽ അല്ലാഹു തആല ഈ ഇബാദത്തുകൾ നമ്മളുടെ മേലിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്നത് തന്നെ നമ്മളുടെ സ്വഭാവം നന്നാവാനാണ്. നല്ല സ്വഭാവമുള്ളവർക്ക് ആ ഇബാദത്ത് നന്നായിട്ട് ചെയ്യാൻ കഴിയും. ആ ഇബാദത്ത് ചെയ്യുന്ന ആൾക്ക് ദുസ്വഭാവം ഉണ്ടാവൂല. ഇന്നസ്സലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിശ്ചയമായും നിസ്കാരം എല്ലാ വൃത്തികെട്ട കാര്യങ്ങളെ തൊട്ടും എല്ലാ മ്ലേച്ഛമായ കാര്യങ്ങളെ തൊട്ടും തടയുന്നതാണെന്ന് ഖുർആൻ നിസ്കാരത്തെ സംബന്ധിച്ചു പറയുകയാണ്. നിസ്കരിക്കുന്ന ഒരാൾ പകയുള്ളവനാവുകയില്ല, നിസ്കരിക്കുന്ന ഒരാൾ ക്ഷിപ്രകോപിയാവുകയില്ല, നിസ്കരിക്കുന്ന ഒരാൾ മറ്റൊരാളെ തകർക്കുന്നവനാവുകയില്ല, നിസ്കാരം നിർവഹിക്കുന്ന ഒരാൾ പിണങ്ങുന്നവനാവുകയില്ല, നിസ്കാരത്തിലേക്ക് അല്ലാഹുവിലേക്ക് മുന്നിട്ട് ഇബാദത്ത് ചെയ്യുന്ന ഒരാൾ മാതാപിതാക്കളെ അവഗണിക്കുന്ന ആളാവുകയില്ല. നിസ്കാരം മനുഷ്യന്റെ സ്വഭാവത്തെ നന്നാക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഒറ്റക്ക് സുന്നത്ത് നിസ്കരിക്കാറുണ്ടല്ലോ. എന്റെ സഹോദരിമാരെ, നിങ്ങൾ ഒറ്റക്ക് സുബ്ഹ് നിസ്കരിക്കുമല്ലോ നാളെ. ഇന്ന് നിങ്ങൾ പോയി ഇശാ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒറ്റക്കായിരിക്കുമല്ലോ ഏറെക്കുറെ അത് നിസ്കരിക്കുക. ആ നിസ്കാരത്തിൽ നിങ്ങൾ അല്ലാഹുവിലേക്ക് മുന്നിട്ട്, ഖിബലയിലേക്ക് മുന്നിട്ട് നിങ്ങൾ ആ നിസ്കാരത്തിൽ റബ്ബിനോട് ഏറ്റുപറയുന്ന കാര്യം എന്താണ്? പടച്ചവനേ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നല്ലേ പറയുന്നത്? എന്താണ് ആ പറയുന്നത്? അല്ലാഹുവേ, ഒറ്റക്കാണ് ഞാൻ നിസ്കരിക്കുന്നത്, പക്ഷേ ഞാൻ ഒറ്റക്ക് നിസ്കരിക്കുന്നു എന്നല്ല. പിന്നെന്താ പറയുന്നത്? ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു റബ്ബേ, ഞങ്ങൾ നിന്നോട് മാത്രം സഹായം തേടുന്നു അല്ലാ. ഇതിലെത്ര വർഷമായി നമ്മളൊക്കെ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട്? 10 വയസ്സായ മക്കളുണ്ടാവും ഇവിടെ, 15 വയസ്സായ മക്കളുണ്ടാവും ഇവിടെ. ആ ചെറിയ കുട്ടികളൊക്കെ വേണമെങ്കിൽ എണീറ്റ് പോയിക്കൊണ്ടി. 1ത്തെ 2ത്തെ കുട്ടികൾ എത്ര നേരമായിരിക്കാൻ തുടങ്ങി സാധുക്കൾ അല്ലെ? ചെറിയ കുട്ടികളുണ്ടാവും വേണമെങ്കിലേ ഓരോരൊക്കെ ഒന്ന് പോയി കറങ്ങി വന്നോട്ടെ. ചെറിയ കുട്ടികളല്ലേ. 10 വയസ്സായ കുട്ടികളുണ്ടാവും, 15 വയസ്സായ കുട്ടികളൊക്കെ ഉണ്ടാവും. 3 വർഷമായി നിസ്കരിക്കാൻ തുടങ്ങിയവർ, 5 വർഷമായി നിസ്കരിക്കാൻ തുടങ്ങിയവർ, 8 വർഷമായി നിസ്കരിക്കാൻ തുടങ്ങിയവർ, അതുപോലെ 15ഉം 20ഉം 30ഉം 35ഉം വർഷങ്ങളായി, 50ഉം 60ഉം വർഷങ്ങളായി നിസ്കരിക്കാൻ തുടങ്ങിയ നിങ്ങൾ ഒരിക്കലും ഞാൻ അല്ലാഹുവിനോട് ആരാധിക്കുന്നു അല്ലാ, ഞാൻ നിന്നോട് സഹായം തേടുന്നു അല്ലാ എന്ന് പറയുന്നില്ലല്ലോ. പറയുന്ന കാര്യം എന്താണ്? ഞങ്ങൾ നിന്നോട് സഹായം തേടുന്നു, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങളെ നീ നേരായ മാർഗത്തിലേക്ക് വഴി നടത്തണേ. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ സഹായം നൽകണേ, നിന്റെ സലാം നൽകണേ, നിന്റെ അടുക്കൽ നിന്നുള്ള ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നീ നൽകണേ.
വീടിന്റെ ഉള്ളിൽ നിന്ന് ഒറ്റക്ക് ആ സഹോദരി ഇങ്ങനെ പറയാണ്. പക്ഷെ എവിടെ ഞങ്ങള്? അതേ സഹോദരി, ആ ഞങ്ങളിൽ നിന്റെ ഉമ്മയുണ്ട്, ആ ഞങ്ങളിൽ നിന്റെ അനിയത്തിയുണ്ട്, ആ ഞങ്ങളിൽ നിന്റെ അയൽവാസികളുണ്ട്, ആ ഞങ്ങളിൽ നിന്റെ ചുറ്റുപാടുകളിലുള്ളവരുണ്ട്, ആ ഞങ്ങളിൽ ഈ മാടന്നൂരുള്ളവരുണ്ട്, ആ ഞങ്ങളിൽ എല്ലാ മുഅ്മിനീങ്ങളുമുണ്ട്. ആ ഞങ്ങളിൽ നിന്നൊരാളും ഒഴിവായി പോവരുത്. ആരെങ്കിലും അതിൽ നിന്നൊഴിവായി പോയാൽ പിന്നെ അള്ളാഹുവിനോട് ഞങ്ങൾ എന്ന് പറഞ്ഞ് എങ്ങനെയാണ് നിങ്ങൾ ആരാധിക്കുക? നമ്മളിത് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മളിങ്ങനെ തോന്നുന്നത് പോലെ ആളുകളോട് തർക്കിച്ചും ആളുകളെ അകറ്റിയും ശത്രുക്കളാക്കിയും ഇങ്ങനെ ജീവിക്കുമ്പോ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾക്ക് നീ തരണേ. അല്ലെങ്കിൽ ഈ പരിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറഞ്ഞ ഇബാദത്തുകൾ, ദുആകൾ മുഴുവൻ ഞങ്ങൾക്ക് തരണേ എന്നല്ലേ. റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ. ഞങ്ങൾക്ക് റബ്ബനാ ഹബ് ലനാ, ഞങ്ങൾക്ക് നീ നൽകണേ. റബ്ബനാ ആതിനാ, ഞങ്ങൾക്ക് നീ നൽകണേ ഞങ്ങളുടെ റബ്ബേ. ഒക്കെ ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ റബ്ബേ എന്നാണ്. ഇതെന്തിനാണ് എന്ന് മഹാന്മാര് ചില ഭാഗങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരാൾക്കും അവനവന്റെ ഇബാദത്ത് പരിപൂർണമായും തികഞ്ഞ ഇബാദത്താണ് എന്ന് വിശ്വസിച്ച് അതിനെ സംബന്ധിച്ച് പറയാൻ പാടില്ല. ഞാൻ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിസ്കരിച്ചയാളാണ്, എന്റെ നിസ്കാരം പരിപൂർണമായും സ്വീകരിക്കപ്പെട്ടതാണ് എന്ന വിശ്വാസം എനിക്കുണ്ടാവാൻ പാടില്ല. ഞാൻ കരുതേണ്ടത് എന്താണ്? പടച്ചവനെ, ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, ശരിയാണ്, പക്ഷേ അതിൽ വീഴ്ചകൾ ഉണ്ടാകാം, അതിൽ കുറവുകൾ ഉണ്ടാകാം. എന്റെ ഖുശൂഉം എന്റെ ഖുദൂഉം വല്ലാതെ കുറവായിരിക്കാം. എന്റെ ഹറകാത്ത് സകനാത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചിരിക്കാം. എന്റെ ഖിറാഅത്തുൽ ഖുർആനിൽ വല്ല വീഴ്ചകളും സംഭവിച്ചിരിക്കാം. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അല്ലാഹുവേ നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുകയാണ്. ഇങ്ങനെയാണല്ലോ ഒരാൾ അവനവന്റെ നിസ്കാരം മാത്രമല്ല അവന്റെ ഏതൊരു ഇബാദത്തിനെ കുറിച്ചും ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾ, അങ്ങനെ ഇബാദത്ത് ചെയ്യുന്ന ഒരാൾ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നുവെന്ന് പറയുമ്പോ ആ ഞങ്ങൾ എന്ന് പറയുന്നത് കാരണത്താൽ ആ ഇബാദത്തുകളെ അല്ലാഹു സ്വീകരിക്കുവാനുള്ള സാധ്യതയുണ്ടല്ലോ. മനസ്സിലായില്ല? എന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കാനുള്ള യോഗ്യത ഇല്ലാന്നുണ്ടെങ്കിലും ഞങ്ങൾ എന്ന് പറയുമ്പോ എന്റെ അയൽവാസിയായ മുഅ്മിനത്തായ ഒരു സ്ത്രീ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന സ്വാലിഹായ ഒരു മനുഷ്യൻ, മുഅ്മിനീങ്ങൾ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, ഇവരെല്ലാവരും ഉൾപ്പെടുന്നതാണ് ഞങ്ങൾ. ആ ഞങ്ങളിലുള്ള ഇബാദത്ത് സ്വീകരിക്കുമ്പോ അതിന്റെ കൂട്ടത്തിൽ എന്റെ ഇബാദത്തും കൂടെ സ്വീകരിക്കുമല്ലോ. ജമാഅത്ത് നിസ്കാരത്തിന്റെ വലിയ ശ്രേഷ്ഠത എന്താണ്? ഞാൻ ഒറ്റക്ക് ഇങ്ങനെ നിസ്കരിക്കുമ്പോ എന്റെ അടുക്കലുള്ള വീഴ്ചകളൊക്കെ ആ ജമാഅത്തായി നിസ്കരിക്കുമ്പോ അല്ലാഹു തആല ആ ജമാഅത്തിന്റെ ബർക്കത്ത് കൊണ്ട് അത് പരിഹരിക്കുന്നുള്ളതാണ്. പടച്ചവനെ, എന്താ അതിന്റെ അർത്ഥം? നിസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മുഅ്മിനീങ്ങളായ നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളിക്കുവാനുള്ളതാണ്, എല്ലാവരെയും കാണാനും സ്വീകരിക്കുവാനുമുള്ളതാണ്. ഒരാളും നമ്മിൽ നിന്ന് അകലേണ്ടവരല്ല, ഒരാളും നമ്മിൽ നിന്ന് അകലുന്നവരുമല്ല. നിങ്ങൾ ആലോചിക്കണേ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരെയും പഠിപ്പിക്കുന്ന കാര്യം അതാണ്. നിസ്കാരങ്ങളിലൂടെ, ജമാഅത്തുകളിലൂടെ, കൂട്ടായ്മകളിലൂടെ. അതുകൊണ്ട് തന്നെ നിസ്കരിക്കുന്നവൻ സത്യം പറയുന്നവനാണ്, നിസ്കരിക്കുന്നവൻ ക്ഷമിക്കുന്നവനാണ്, നിസ്കരിക്കുന്നവൻ സന്തോഷത്തോടെ പെരുമാറുന്നവനാണ്, നിസ്കരിക്കുന്നവൻ ഐക്യബോധമുള്ളവനാണ്, നിസ്കരിക്കുന്നവൻ സാഹോദര്യം പുലർത്തുന്നവനാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ നമ്മുടെ നിസ്കാരങ്ങളാവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞ കാര്യം എന്താണ്? പടച്ചവൻ നമ്മുടെ മേലില് ഈ ഇബാദത്തുകൾ നിക്ഷിപ്തമാക്കിയിരിക്കുന്നത് നമ്മളുടെ സ്വഭാവം നന്നാകാനാണ്, നമ്മൾ നന്നായിട്ട് പെരുമാറാനാണ്, നമ്മൾ നല്ല ഇടപെടലുകൾ നടത്താനാണ്.
സക്കാത്തിന്റെ കാര്യവും വ്യത്യസ്തമല്ല. അപ്പൊ നിങ്ങളൊക്കെ സക്കാത്ത് കൊടുക്കണതിനെ പറ്റി ഇങ്ങനെ കിതാബുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഈ ഇരിക്കുന്ന ആളുകളിൽ പലരും സക്കാത്ത് കൊടുക്കുന്നവരുമായിരിക്കും. നീ ഇപ്പൊ സമ്പത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കും. നിങ്ങളുടെ ഒക്കെ പേരിൽ റമദാൻ കഴിയുന്ന ആ സമയത്ത് ഫിത്ർ സക്കാത്ത് കൊടുക്കും ഉമ്മമാരും ഉപ്പമാരും. ഫിത്ർ സക്കാത്ത് കൊണ്ടുപോയി കൊടുക്കാറില്ലേ നിങ്ങൾ? ഇല്ലേ? ഫിത്ർ സക്കാത്തിന്റെ അരി ഉമ്മ വീട്ടിൽ നിന്ന് പാക്കാക്കി തരും. ഇത് ഇന്ന വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കെ. അത് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. ഉമ്മമാരെ, നിങ്ങൾ അതിങ്ങനെ വിഭജിക്കുന്ന ഒരു രംഗമുണ്ട്. ഓരോരുത്തർക്കാക്കി അത് മാറ്റി വെക്കുന്ന ഒരു രംഗമുണ്ട്. സ്വാഭാവികമായും ആ സക്കാത്ത് എന്ന പ്രക്രിയയിലൂടെ മനുഷ്യരുടെ മനസ്സ് സംസ്കരിക്കപ്പെടുകയാണ്. ആളുകൾക്കിടയിൽ സ്നേഹബന്ധം വർദ്ധിക്കുകയാണ്. സക്കാത്ത് നൽകുന്നവനും സക്കാത്ത് വാങ്ങുന്നവനും തമ്മിലുള്ള ആ ബന്ധം ശക്തിപ്പെടുകയാണ്. അതായത് സക്കാത്ത് നൽകുന്ന ഒരാള് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഫക്കീറാണോ, അവൻ ദരിദ്രനാണോ, മിസ്കീനാണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അവർക്ക് സക്കാത്ത് കൊടുക്കുന്നത്. അപ്പൊ പിന്നെയും അവന് സ്വതക്ക കൊടുക്കാൻ അവന്റെ കയ്യിൽ സൗകര്യം ഉണ്ടായി. ആ സക്കാത്തിന്റെ അവകാശിക്കവൻ സ്വതക്കയും കൊടുക്കും എന്ന് പറഞ്ഞാല് സക്കാത്ത് കൊടുക്കുന്നതിലൂടെ അവർക്കിടയിലുള്ള ബന്ധം ശക്തിപ്പെടുകയും ആ വ്യവസ്ഥിതി അവർക്കിടയിൽ നല്ല ഒരു സാമൂഹികാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യും. നോമ്പിന്റെ കാര്യം ഞാൻ പ്രത്യേകം പറയണതില്ല. റമദാനൊക്കെ വരാൻ വേണ്ടി പോവുകയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. നമ്മളൊക്കെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് റജബിലും ശഅബാനിലും ബറക്കത്തുണ്ടാവാൻ. അല്ലാഹു റമളാനിനെ നമുക്ക് എത്തിക്കാൻ. റമളാൻ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പരസ്പരം പറയുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു ഹദീസ് ഏതാണ്? റമളാനിൽ നോമ്പനുഷ്ഠിക്കുന്ന ഒരാൾ കളവ് പറഞ്ഞാൽ, അവൻ ഗീബത്ത് പറഞ്ഞാൽ, അവൻ നമീമത്ത് പറഞ്ഞാൽ, അവൻ അത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് അവന്റെ നോമ്പ് കൊണ്ട് യാതൊരു ആവശ്യവുമില്ല. റസൂലുള്ളാഹി ചോദിച്ചിട്ടുണ്ട്, എത്ര വിശപ്പും ദാഹവും വെറുതെ അനുഭവിക്കുന്ന ആളുകളാണ്, അതുകൊണ്ട് വിശപ്പും ദാഹവും അല്ലാതെ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഓല് നോമ്പ് ആ റമദാനിൽ അവർ കാണിക്കേണ്ട സൽസ്വഭാവം അവർ കാണിക്കുന്നില്ല എന്നർത്ഥം. നോമ്പ് മനുഷ്യന്റെ സ്വഭാവം നന്നാക്കാനുള്ളതാണ്. ചിന്തിച്ചു നോക്കണം നമ്മൾ. എന്താ പറഞ്ഞത്? നീ നോമ്പുകാരനായിരിക്കെ ഒരാൾ നിന്നോട് കലഹിക്കാൻ വേണ്ടി വന്നാൽ, നിന്നെ ആരെങ്കിലും അധിക്ഷേപിച്ചാൽ, ചീത്ത പറഞ്ഞാൽ അവനോട് എങ്ങനെ മറുപടി പറയണമെന്നാണ് ഹബീബ് പറഞ്ഞത്. ഞാൻ നോമ്പുകാരനാണ്. അല്ലാതെ എങ്ങനെ പറയരുത്? ഞാൻ നോമ്പുകാരനായതുകൊണ്ട് ഇത്രേ പറയുന്നുള്ളൂ, അല്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കി തന്നേനെ എന്ന് പറയരുത് എന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എല്ലാ കർമ്മങ്ങളും, ഹജ്ജിന്റെ കാര്യം പറയേണ്ടതില്ല. ഒരുപാട് രാജ്യങ്ങളിലുള്ള ജനങ്ങൾ ഹജ്ജിന് വേണ്ടി വരും. വ്യത്യസ്ത ആരോഗ്യസ്ഥിതിയിലുള്ള ആളുകൾ ആ കർമ്മം ചെയ്യാൻ വേണ്ടി വരും. ഹജ്ജിന്റെ കർമ്മങ്ങളിൽ നടക്കേണ്ട ഒരുപാട് മേഖലകളുണ്ട്. തവാഫ് ചെയ്യാൻ ആളുകൾക്കിടയിൽ അവൻ തിരക്കേണ്ടി വരും. ആൾക്കൂട്ടത്തിനിടയിലൂടെ അവൻ സഅയ് ചെയ്യേണ്ടി വരും. എത്ര വലിയ സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്നവനാണെങ്കിലും അവന്റെ ഉടയാടകളെ അവർ മാറ്റിവെക്കേണ്ടി വരും. നല്ല റൂമുകളിൽ വിശാലമായി കിടക്കുന്ന സഹോദരി, മിനയിലെ ഞെങ്ങി ഞെരുങ്ങി താമസിക്കുന്ന ആ ടെന്റിൽ നിങ്ങളുടെ കൂടെ ഹജ്ജിന് വന്നവരോടൊപ്പം നിങ്ങൾ കിടന്നുറങ്ങേണ്ടി വരും. അപ്പോഴൊക്കെ മനുഷ്യന്റെ ക്ഷമ നഷ്ടപ്പെടും. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരാൾ വന്ന് മുസ്ലിമാവുകയാണ്. ജബല എന്നായിരുന്നു അയാളുടെ പേര്. ജബലത്ത് ഇബ്നുൽ ഐഹം എന്നാണ് അയാൾ അറിയപ്പെടുന്നത്. ഇയാൾ വന്ന് മുസ്ലിമായി. ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോകുന്ന സമയമാണ്. ഇയാൾ പറഞ്ഞു, ഞാനും ഹജ്ജിനുണ്ട്. അയാളും അയാളുടെ പരിവാരങ്ങളും ഹജ്ജിന് വന്നു. ഹജ്ജിന് വന്ന അയാൾ തവാഫ് ചെയ്യുമ്പോൾ അയാളുടെ വസ്ത്രത്തിൽ ആരോ ചവിട്ടി. ഒരു ദരിദ്രനായ മനുഷ്യൻ വന്ന് ചവിട്ടിയപ്പോൾ ഇയാൾ പെട്ടെന്ന് തിരിഞ്ഞുവെന്ന് മാത്രമല്ല, ഈ ചവിട്ടിയ ആളെ ശക്തമായി ഇയാൾ പ്രഹരിക്കുകയാണ്.
ക്രൂരമായി ഇയാൾ മർദ്ദിക്കുകയാണ്. മർദ്ദനമേറ്റയാൾ താഴേക്ക് വീഴുന്നു. വീണിട്ടയാളുടെ മൂക്കിൽ നിന്ന് രക്തമൊഴുകുകയാണ്. പാവം മനുഷ്യൻ ആരോട് പരിഭവം പറയും? രാജാവും പ്രജകളുമാണ്, രാജാവും പരിവാരങ്ങളുമാണ് വന്നിരിക്കുന്നത്. രാജാവാണ് തന്നെ അടിച്ചിരിക്കുന്നത്. പക്ഷെ അയാൾക്ക് ഒരു പരിഭവം പറയാൻ മുമ്പിൽ ഒരാളുണ്ട്. അത് മറ്റാരുമല്ല, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, പിന്നെ ആരെ പേടിക്കണം? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് വന്നയാൾ പരാതി പറയുകയാണ്. ആ പരാതി ഉമർ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത ദേഷ്യമായി. മഹാനുഭാവൻ ഒരാളെ പറഞ്ഞയച്ചു രാജാവിനെ വിളിച്ചു കൊണ്ടുവരാൻ. രാജാവ് വിചാരിച്ചു, എനിക്ക് പുതിയ വല്ല സ്ഥാനവും മഹത്വവും ഒക്കെ തരാൻ വേണ്ടിയിട്ടായിരിക്കും എന്നെ വിളിക്കുന്നത്. രാജാവ് ഇങ്ങനെ വന്നു. രാജാവ് വന്നപ്പോൾ രാജാവ് വിചാരിക്കുന്നത് എനിക്കെന്തോ പ്രകീർത്തനം തരാനാണെന്നാണ്. അപ്പോഴുണ്ട് താൻ നേരത്തെ കഅബ ശരീഫിന്റെ അടുക്കൽ തവാഫ് ചെയ്യുമ്പോൾ ശക്തമായിട്ട് അടിച്ചുപദ്രവിച്ച മനുഷ്യൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിൽ നിൽക്കുന്നു. റളിയല്ലാഹു ചോദിച്ചു, നിങ്ങൾ ഇയാളെ അറിയോ? ആ അറിയും. നിങ്ങൾ ഇയാളെ അടിച്ചോ? ഈ ജബല എന്ന രാജാവ് മറുപടി പറയുകയാണ്, ഞാൻ അയാളെ അടിച്ചു. എന്തിനാ നിങ്ങൾ അയാളെ അടിച്ചത്? അയാൾ എന്റെ വസ്ത്രത്തിൽ ചവിട്ടി. ലൗലാ ഹുർമത്തുൽ ബൈത്ത്, ഈ കഅബ ശരീഫിന്റെ പവിത്രത ഞാൻ പരിഗണിച്ചില്ലായിരുന്നുവെങ്കിൽ ലളറബ്തു ഉനുഖഹു, അയാളുടെ പിരടിയെ ഞാൻ വെട്ടിക്കളയുമായിരുന്നുവെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അയാൾ പറയാൻ. റളിയല്ലാഹു അൻഹുവിന്റെ മുഖം ചുവന്നു. അപ്പൊ നിങ്ങൾ അടിച്ചു എന്ന് ഉറപ്പായി അല്ലേ? അത് ഞാൻ അടിച്ചു. അയാളിന്റെ തുണിയിൽ ചവിട്ടി, മുണ്ടിൽ ചവിട്ടി. എന്നാൽ നിങ്ങളെ വെറുതെ വിടാൻ പറ്റൂല. നിങ്ങൾക്കെതിരായി നടപടി സ്വീകരിച്ചേ മതിയാവൂ. ഇയാളാകെ ഞെട്ടിപ്പോയി. എനിക്കെതിരെ നടപടിയോ? വാന മലിക്കുൻ, ഞാൻ രാജാവല്ലയോ? ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ നയം പറയുകയാണ്. ജബല, നിങ്ങൾ രാജാവാകാം, അയാൾ പ്രജയാകാം. പക്ഷേ ഇന്നൽ ഇസ്ലാമ ഖദ് സാവാ ബൈനക വ ബൈനഹു, നിങ്ങളുടെയും അയാളുടെയും ഇടയിൽ വിശുദ്ധമായ ഇസ്ലാം തുല്യത നൽകിയിരിക്കുകയാണ്. നിങ്ങൾ അയാളെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിനു പകരമായി അയാൾ നിങ്ങളെ അടിച്ചേ മതിയാവുകയുള്ളൂ. യാ അല്ലാഹ്, ജബല ആകെ പേടിച്ചു പോയി. കാരണം ഈ ഉമർ റളിയല്ലാഹു അൻഹു ആണ് അടി കിട്ടുമെന്ന് ഉറപ്പായി. അപേക്ഷിക്കാൻ തുടങ്ങി, എന്നെങ്ങനെയും രക്ഷപ്പെടുത്തു. ഒരു രക്ഷയില്ല, നിങ്ങളെ അടിച്ചേ മതിയാവും, തിരിച്ചടിക്കണം, ശിക്ഷ നടപടി ഉറപ്പാണ്. ഇത് മറ്റുള്ളവർക്കൊരു മാതൃക കൂടിയാവണം. കാബന്റെ അടുക്കെന്നാണോ ഈ രീതിയിലുള്ള സ്വഭാവം? ഹജ്ജിന് വന്നിട്ട് മറ്റൊരാളെ അടിക്കുക, ഉപദ്രവിക്കുക, തിരിച്ചു കിട്ടും. അപ്പൊ എന്താ പറഞ്ഞത്? ഇയാള് പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യ, ഇന്നത്തെ ആ അടി നാളേക്കാക്കി മാറ്റിയ നന്നാവും. ഇന്നത്തെ അടി തൽക്കാലം നാളേക്കാക്കിയാൽ ചിലപ്പോ അങ്ങനെ ഉണ്ടാവൂലേ? ഇന്ന് അടിക്കണില്ല, നാളെ എന്ന് പറഞ്ഞാൽ ചിലപ്പോ അന്ന് അടി മറക്കും, അല്ലെങ്കിൽ അടിക്കാനുള്ള ആ ഒരു താല്പര്യം പോവും. അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഇയാൾ പറയാൻ. അപ്പൊ ഈ അടിച്ച ആൾക്കും തോന്നി, അടി കിട്ടിയ ആൾക്കും തോന്നി, അഞ്ഞിപ്പോ അയാൾ ചോദിച്ചതൊക്കെ അല്ലേ, തൽക്കാലം നാളെ കൊടുക്കാൻ വേണ്ടി. പക്ഷെ അന്ന് രാത്രി ജബല രക്ഷപ്പെട്ടു. തന്റെ നാട്ടിലേക്ക് അയാൾ തിരിച്ചുപോയി. അയാൾ തന്റെ പൂർവ്വമതത്തിലേക്ക് മടങ്ങി എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞ കാര്യം എന്താണ്? ഹജ്ജ് മനുഷ്യനെ നന്നാക്കുവാനുള്ളതാണ് എന്നല്ല, എല്ലാ കർമ്മങ്ങളും മുഅ്മിനീങ്ങളെ നമ്മെ സൽസ്വഭാവികളാക്കാനുള്ളതാണ്. പലപ്പോഴും നമ്മൾ പറയും, ഞാൻ ഒരിക്കലും മാറുകയില്ല, എനിക്ക് മാറ്റം വരികയില്ല.
വേണമെങ്കിൽ നീ മാറിക്കോ എന്നതായിരിക്കും പലപ്പോഴും മുദ്രാവാക്യം. അധ്യാപകൻ പറയും ശിഷ്യന്മാരോട്, ഞാൻ മാറുകയില്ല, എന്റെ സ്വഭാവം ഇങ്ങനെയാണ്, എന്റെ രീതി ഇങ്ങനെയാണ്, എന്റെ ശൈലി ഇങ്ങനെയാണ്. ശിഷ്യൻ പറയും എന്റെ സ്വഭാവം ഇങ്ങനെയാണ്, എന്റെ ശൈലി ഇങ്ങനെയാണ്. നേതാവ് പറയും അനുയായികളോട് ഞാൻ ഇങ്ങനെയാണ്. നേതാവ് പറയും, അല്ലെങ്കിൽ അനുയായി പറയും നേതാവേ ഞാൻ ഇങ്ങനെയാണ്. ഇങ്ങനെ ഓരോ മേഖലയിൽ നിൽക്കുന്നവനും പറയും ഞാൻ മാറുകയില്ല, എനിക്ക് മാറ്റം വരികയില്ല. അത് വെറും തെറ്റാണ്. നേതാവിനു മാറാം, അനുയായിക്ക് മാറാം, ഉസ്താദിനു മാറാം, ശിഷ്യന് മാറാം, ഭാരവാഹിക്ക് മാറാം, പ്രസിഡന്റിന് മാറാം, ഇമാമിന് മാറാം, എല്ലാവർക്കും മാറാം. മാറണം, മാറേണ്ടത് സ്വഭാവമാണ്. അങ്ങനെ മാറ്റിയ ഒരാളുണ്ടല്ലോ, തേരെ കദമോ മേ ആനാ മേരാ കാം താ, മേരി കിസ്മത്ത് ജഗാനാ तेरा काम है, तेरे कदमों में आना मेरा काम था, मेरी बिगड़ी बनाना तेरा काम है. അങ്ങയുടെ കാൽപ്പാടത്തിൽ വരാൻ എന്റെ ഹൃദയം വല്ലാതെ വെമ്പൽ കൊള്ളുകയാണ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങയുടെ അടുക്കൽ ഞാൻ വന്നാൽ എല്ലാ സൗഭാഗ്യങ്ങളും അങ്ങനിക്ക് തരണേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? മാറ്റാൻ വേണ്ടി കൂടിയാണ് സത്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സംരംഭങ്ങൾ തന്നെ നമ്മൾ നടത്തുന്നത്. ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ആളുകളെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാക്കുന്നത്. അത് മാറ്റാൻ നേതൃത്വം നൽകിയ ആളുകൾ മാറിയവരായിരുന്നു. ഏറ്റവും ഉത്തമരായ സ്വഭാവത്തിന്റെ ഉടമകളായിരുന്നു അവർ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരിങ്ങനെ കാലങ്ങളായി മനുഷ്യന്മാരുടെ സ്വഭാവം സംസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് അല്ലേ? പള്ളികളിൽ എന്താ സംഭവിക്കുന്നത്? ശരിക്കും പള്ളികളിൽ കാലങ്ങളായിട്ട് എന്താ സംഭവിച്ചിരുന്നത്? ആ പള്ളികളില് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ എന്താണ് സത്യത്തിൽ നടന്നത്? സ്വഭാവ മാറ്റലല്ലേ? തമ്മീലടിച്ചും അഹങ്കരിച്ചും കരൾ കുത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക. നിങ്ങളൊക്കെ പ്രസംഗിക്കോ പാടാറുണ്ടല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം ഷണ്ട കൂടിയിരുന്ന ആളുകൾ നല്ല ശാന്തന്മാരായിട്ട് മാറി. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണേ. ഇത് കുന്തും അഅദാ, നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നുവല്ലോ. ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാനാ, അല്ലാഹുവിന്റെ അനുഗ്രഹത്തോടെ നിങ്ങൾ സഹോദരന്മാരായി മാറിയല്ലോ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുത്തിയ മാറ്റം എന്ന് പറഞ്ഞാൽ. ആ മാറ്റം നമ്മളുടെ മുൻഗാമികൾ മസ്ജിദുകളിലൂടെ നടപ്പിലാക്കി എന്ന് പറഞ്ഞാൽ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒക്കെ നമ്മളുടെ നാട്ടിൽ ഉദാഹരണം ഈ പള്ളിയിൽ ഇമാമുണ്ടാവും. ആ ഇമാമിന്റെ അടുക്കൽ മുദരിസുമാരുടെ അടുക്കൽ വലിയ കുട്ടികൾ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി വരും. അപ്പൊ നിങ്ങൾ കോളേജിൽ വരുന്നത് പോലെ പള്ളികളിൽ പഠിക്കാൻ വേണ്ടി ഉസ്താദുമാരുടെ അടുക്കൽ ശിഷ്യന്മാര് വരും. കോളേജുകളൊക്കെ ഒന്നും നിലയ്ക്ക് ഉണ്ടായതല്ലേ? നിങ്ങൾ നൂറിൽ തന്നെ ഉണ്ടായിട്ട് എത്ര കുറഞ്ഞ കൊല്ലുള്ളൂ ആയിട്ട്. ദാറിൽ തന്നെ ഉണ്ടായിട്ട് 986 ഉണ്ടായത്. ഇങ്ങനൊക്കെ അതിന്റെ മുമ്പ് എന്തായിരുന്നു? മസ്ജിദുകൾ, വെറും പള്ളികൾ. ഈ പള്ളികളിലുള്ള ഇമാമുമാർ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളായിരുന്നു. ആ ഇമാമുമാരെ അനുധാവനം ചെയ്തു, ആ ഉസ്താദുമാരെ അനുധാവനം ചെയ്തു. നിങ്ങളെപ്പോലെയുള്ള കൊച്ചു പ്രായത്തിൽ ആ പള്ളിയിൽ പഠിക്കാൻ വേണ്ടി വന്ന മുതഅല്ലിമീങ്ങൾ. പള്ളിയിലാണ് പഠിച്ചത്. ചെറിയ പള്ളിയായിരിക്കും, 100-50 കുട്ടികളൊക്കെ ഇങ്ങനെ നിരയായിട്ട് ഇങ്ങനെ കടന്ന്. ഈ ഉസ്താദിന് ഒരു മാതൃകയാണ്. ഉസ്താദ്മാരിൽ പ്രമുഖന്മാർ നിങ്ങൾക്കറിയാലോ. കണ്ണിയത്ത് ഉസ്താദ് എന്നൊക്കെ പറഞ്ഞ ആരാ? വലിയ മുദരിസാണ് കണ്ണിയത്ത് ഉസ്താദ്. പക്ഷെ ആ സ്വഭാവം വല്ലാത്ത സ്വഭാവമാണ്. വിനയം.
കണ്ണിയത്ത് ഉസ്താദിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കണ്ണിയത്ത് ഉസ്താദിന്റെ വലിയ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് എന്ന് പറയുന്ന വലിയൊരു മഹാൻ. അദ്ദേഹം വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിന്റെ പ്രിൻസിപ്പാളായിരുന്നു ഷെയ്ഖ് ഹസൻ ഹസ്രത്ത്. ആലുവയിൽ മഹാനുഭാവൻ സ്ഥാപിച്ച ഹസനിയ എന്നൊരു കോളേജ് തന്നെ ഉണ്ട്. ഹസനിയ എന്നാണ് എന്റെ പേര്. ഈ കോളേജിൽ ഈ ഹസൻ ഹസ്രത്ത് ഒരിക്കല് കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്ത് ഓതുകയാണ്. ഞാൻ മുതാലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്നത്. ഓതുന്ന സമയത്ത് ഹദ്ദാദ് ചെല്ലുലേ നമ്മള്. അപ്പൊ പള്ളിയിൽ ഇങ്ങനെ ഹദ്ദാദ് ചെല്ലുകയാണ്. ഹദ്ദാദ് ചെല്ലുമ്പോ കണ്ണിയത്ത് ഉസ്താദ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. കുട്ടികൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ഹദ്ദാദ് ചെല്ലുന്നുണ്ട്. നാട്ടിലെ കുറച്ചാളുകൾ അവിടെ വന്ന് നിസ്കരിക്കുന്നുണ്ട്. അങ്ങനെ നിസ്കരിക്കുന്നുണ്ട്. അപ്പൊ കുറച്ചേരം കഴിഞ്ഞപ്പോ അങ്ങനെ യാ അലിയു യാ കബീർ ഒക്കെ ആവുമ്പോൾ കുറച്ച് ശബ്ദം ഉയരൂലോ. യാ അലിയു യാ കബീർ യാ അലീമു യാ ഖദീർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉറക്കെ ചെല്ലുകയാണ്. ചെല്ലുമ്പോ കണ്ണിയത്ത് ഉസ്താദ് ഈ കുട്ടികളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, പതുക്കെ ചെല്ല്, അവിടെ ആളുകൾ നിസ്കരിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പതുക്കെ ചൊല്ലി അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന. അങ്ങനെ അവസാനമൊക്കെ എത്തിയപ്പോൾ എന്തായി? വീണ്ടും അറിയാതെ ശബ്ദം അങ്ങനെ ഉയർന്നു. കണ്ണിയത്ത് ഉസ്താദ് ഓടി വന്ന് ഹസൻ ഹസ്രത്തിന്റെ ചെവി പിടിച്ചങ്ങ് തിരിച്ചു. മനസ്സിലായില്ലേ? ശിക്ഷ ചെവി പിടിച്ച് തിരിച്ചു. അങ്ങനെ കാലം കടന്നുപോയി. ഹസൻ ഹസ്രത്ത് ബാഖിയാത്തിൽ ഉസ്താദായി. അങ്ങനെ ഉസ്താദായി. ഒരിക്കൽ കണ്ണിയത്ത് ഉസ്താദിനെ കാണാൻ വേണ്ടിയിട്ട്, പിന്നെ കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതത്തിൽ നമുക്ക് ചരിത്രം കാണാൻ കഴിയും. മൂപ്പരടക്കാലത്ത് തീരുമാനിച്ചു. വളക്കടക്ക് ആലോചിക്കല്ലേ, ബെഞ്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് എടാ നമുക്ക് നല്ലൊരു ബിസിനസ് തുടങ്ങിയാലോ അല്ലേ? ആലോചിക്കൂലേ? നമ്മൾ ബിസിനസിനെ പറ്റി ആലോചിക്കും. ബിസിനസ്സിന് എങ്ങനെ ഫണ്ട് ഉണ്ടാക്കാന്ന് ആലോചിക്കും. എന്തൊക്കെ ബിസിനസ്സാണ് ഇപ്പൊ തന്നെ ബിസിനസ് ചെയ്യണ്ടോന്ന് എനിക്കറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബിസിനസ് ചെയ്യണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ബിസിനസ് ആല് കണ്ണിയത്ത് ഉസ്താദ് ബിസിനസ് അങ്ങോട്ട് കാര്യത്തിൽ എടുത്തിട്ട് ബഹുമാനപ്പെട്ട ഒരു മരക്കച്ചവടം തുടങ്ങി. ആ മരക്കച്ചവടം വമ്പൻ തകർച്ചയിലായി എന്നാണ്. കാരണം ഈ മരം എടുക്കാൻ വരുന്ന ആൾക്കാർ ഏത് സംഗതിയാണെന്നുണ്ടെങ്കിലും വിൽപ്പനക്കാരന്റെ ഏറ്റവും വലിയ സംഗതി, വിൽക്കുന്ന ആളുടെ ഏറ്റവും വലിയ ഒരു ഐഡന്റിറ്റി എന്താണ്, അയാൾ ചെയ്യേണ്ട ഏറ്റവും വലിയ വിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തന്ത്രം എന്താണ്? അത്രയും നല്ല സാധനം വേറെ ലോകത്തെവിടെ ഇല്ല എന്ന് അയാളുടെ നാവ് കൊണ്ട് അയാൾ തെളിയിക്കണം അല്ലേ? പക്ഷെ കണ്ണിയത്ത് ഉസ്താദ് എന്താണ്, ഒരു മരം എടുക്കാൻ വേണ്ടി ഒരാൾ വന്നാൽ ഇതിന് ഇവിടെ ഒരു പൊട്ടുണ്ട് കേട്ടോ, അവിടെ ഒരു ചതവുണ്ട്, ഇതിന് കാതൽ വളരെ കുറവാണ് കേട്ടോ. ഇങ്ങനെ അതിന്റെ കുറവുകൾ മുഴുവൻ പറഞ്ഞു കൊടുക്കും. ആരും മരം വാങ്ങൂല. പിന്നെ മരക്കച്ചവടം എങ്ങനെ വിജയിക്കുക? അങ്ങനെ ഉസ്താദ് ഇങ്ങനെ മരക്കച്ചവടം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ചാലിയാർ പുഴയുടെ തീരത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഹസൻ ഹസ്രത്ത് ഉസ്താദിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പൊ ഇങ്ങനെ ഹസൻ ഹസ്രത്ത് ഇങ്ങനെ വരുന്നത് കണ്ടപ്പോ കണ്ണിയത്ത് ഉസ്താദ് ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്ന് സലാം പറഞ്ഞു. സലാം പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ കൈ പിടിച്ചിട്ട് കണ്ണിനീരോടെ മുഖത്ത് വല്ലാത്ത ഒരു ഭാവം വരുത്തിയിട്ട് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, ഹസൻ, നീ അന്നൊരിക്കൽ ഹദ്ദാദ് ചൊല്ലുമ്പോ ഞാൻ നിന്റെ ചെവി പിടിച്ചിട്ടൊന്ന് തിരുമ്മിയിട്ടുണ്ട്, നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. നീ അതെനിക്ക് പൊരുത്തപ്പെട്ട് തരണം, ആഖിറത്തിലേക്ക് വെക്കരുത്. കരഞ്ഞു പോയി എന്നാണ് ശിഷ്യൻ. പടച്ചോൻ, എന്റെ ഉസ്താദിന് അത് ഓർമ്മ ഉണ്ടോ? എന്റെ ഉസ്താദിനോട് അങ്ങനെ പറയണം. കണ്ണിയത്ത് ഉസ്താദ് ശിഷ്യനോട് കാണിക്കണ സ്നേഹം. ഈ ശിഷ്യന് പിന്നെ എങ്ങനെയാ സ്വഭാവം ഇല്ലാതിരിക്കുക? ഈ ശിഷ്യന്റെ ശിഷ്യന്മാർക്ക് ഈ സ്വഭാവമല്ലേ പകർന്നു കൊടുക്കുക? അതിങ്ങനെ കൈമാറി 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 വന്നതാണ് പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹം എന്ന് പറയുന്നത്. ഒരിക്കൽ കണ്ണിയത്ത് ഉസ്താദിനെ കാണാൻ വേണ്ടിയിട്ട് തന്റെ ഉസ്താദായ ഒരാൾ വന്നു, തന്നെ പഠിപ്പിച്ച ഒരു ഉസ്താദ് വന്നു. അപ്പൊ ഉസ്താദിനെ അങ്ങനെ നോക്കിയപ്പോ ചെരുപ്പിന് എന്തോ പ്രശ്നം, ചെരുപ്പ് പൊട്ടിയുണ്ട്, പഴയ ചെരുപ്പല്ലേ, ചെരുപ്പ് പൊട്ടിയുണ്ട്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഉസ്താദ് കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചു, ഉസ്താദിന്റെ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടല്ലോ, ഞാനതൊന്ന് കൊണ്ടുപോയിട്ട് എടവണ്ണപ്പാറയിലോ മറ്റോ കൊണ്ടുപോയിട്ട് ഞാനതൊന്ന് തുന്നിച്ചു കൊണ്ടുവന്നാലോ? ആ നന്ദി, തുന്നിച്ചു കൊണ്ടുപോവാന്ന് പറഞ്ഞു. ഉസ്താദ് ആ ചെരുപ്പ് എടുത്തിട്ട് ഇങ്ങനെ എത്ര നടന്നത്, ഇങ്ങനെ കയ്യിന്റെ ഇങ്ങനെ മുകളിൽ, തലന്റെ മുകളിൽ ഇങ്ങനെ പിടിച്ചിട്ട്. കണ്ണിയത്ത് ഉസ്താദ് അന്ന് തന്നെ വലിയ മഹാനാണ്. സമസ്തയുടെ രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് അതിലെ 40 ആളുകളിൽ ഒരാളാണ് കണ്ണിയത്ത് ഉസ്താദ്. അന്ന് തന്നെ വലിയ അറിയപ്പെട്ട ആളാണ്, വലിയ മുദരിസാണ്. അപ്പൊ നാട്ടിലൂടെ അപ്പൊ അങ്ങനെ ആലോചിച്ച് നോക്കി, ഒരാളിങ്ങനെ ചെരുപ്പേറ്റ് ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ നമ്മളെ എന്താ ഇയാളിങ്ങനെ ചെരുപ്പേറ്റ് നടക്കുന്നത്? കണ്ണിയത്ത് ഉസ്താദിനെ ഇങ്ങനെ നടക്കുമ്പോൾ ആലോചിച്ച് നോക്കി. അപ്പൊ ആൾക്കാർക്ക് ഇത് സംശയം ഉണ്ടെന്ന് കാണലോടൊക്കെ പറഞ്ഞു, ഇതെന്റെ ഉസ്താദിന്റെ ചെരുപ്പാണ്, ഇതെന്റെ ഉസ്താദിന്റെ ചെരുപ്പാണ്, ഇതെന്റെ ഉസ്താദിന്റെ ചെരുപ്പാണെന്ന് കാണുന്നവരോടൊക്കെ പറഞ്ഞു നടന്നു എന്നാണ്. ഈ സ്വഭാവമാണ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ,
ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ ഹുദവി സംവിധാനമുണ്ടല്ലോ, സൽ സ്വഭാവത്തിന്റെ ഉദാത്തമായ സംസ്കരണത്തിന്റെ സ്വഭാവത്തിന്റെ മൂർത്തിമൽ ഭാവങ്ങളായിരുന്ന മഹാന്മാരാണ് ഈ സംവിധാനം ഒരുക്കിയത്. CH ഐദ്രോസ് മുസ്ലിയാര് ഏത് വലിയ ആളോട് സംസാരിക്കുകയാണെങ്കിലും ചെവിയിൽ ഇങ്ങനെ പിടിച്ചിട്ടാ സംസാരിക്കും. മന്ത്രി ഇങ്ങനെ വന്നിക്കുകയാണെങ്കിലും എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഈ ചെവിന്റെ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ എല്ലാവർക്കും ചെവിയിൽ തോളിൽ കൈവച്ച് സംസാരിക്കും. അതാണ് നമ്മളെപ്പോഴും ചരിത്രത്തിൽ കേൾക്കാറുണ്ടല്ലോ, ഒരഹങ്കാരമല്ല, സമസ്തന്റെ വൈസ് പ്രസിഡന്റാണ്, അങ്ങനെ ഒരു ധാർഷ്ട്യമില്ല. പോകുന്ന വഴിയിൽ വണ്ടിക്ക് കൈ കാണിക്കും. പോലീസ് വണ്ടിക്ക് കൈ കാണിച്ച കഥകൾ കേട്ടിട്ടുണ്ടാവും. ഇതെന്താ പോലീസ് വണ്ടിയാന്ന് അറിയില്ലേ? അല്ല, പോലീസുകാരുടെ കൂട്ടത്തിൽ മനുഷ്യന്മാരുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് കൈ കാണിച്ചതാണെന്ന് പറഞ്ഞു. ഈ മംഗലാപുരത്തേക്ക് ഒരിക്കൽ മഹാനായ CH ഉസ്താദും വേറൊരാളും യാത്ര ചെയ്ത ഉസ്താദിന്റെ സ്മരണികയിൽ പ്രൊഫസർ E മുഹമ്മദ് സാഹിബ് നവ്വറല്ലാഹു മർഖദഹു എഴുതിയിട്ടുണ്ട്. അവരിങ്ങനെ കണ്ണിയത്ത് ഉസ്താദ് CH ഉസ്താദുണ്ട്, ഇദ്ദേഹം യാത്ര ചെയ്ത് അവരിങ്ങനെ പോരുന്ന സമയത്ത് ഈ ലോറിയുടെ ഡ്രൈവർ ഒരു നമ്മൾക്ക് ശത്രുത തോന്നിക്കുന്ന രീതിയിലുള്ള ഒരാളാണ്. പിന്നെ വേറൊരു മതക്കാരനായതുകൊണ്ട് ശത്രുത തോന്നിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ഒരിക്കലും ചെയ്യുന്ന ആളുകളും അല്ല, അങ്ങനെ രീതിയും നമ്മൾക്കിടയിലില്ല. പക്ഷെ എന്നാലും ചില ആളുകളുടെ നോട്ടവും ഭാവവും ഒക്കെ ആ രീതിയിലുള്ള ഒരു വ്യക്തി. അങ്ങനെ അദ്ദേഹം കയറി ആ വണ്ടിയിൽ, ലോറിയിൽ ഈ മംഗലാപുരത്ത് നിന്ന് ഇങ്ങനെ പോവുകയാണ്, തിരിച്ചു പോവുകയാണ്. മംഗലാപുരത്ത് നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ കണ്ണുന്ന ലോറിക്ക് കൈ കാണിച്ചാണ്. അപ്പൊ ആ ലോറിയിൽ ഈ ഡ്രൈവറും ഉണ്ട്, ഒരു ക്ലീനറും ഉണ്ട്. CH ഉസ്താദും മറ്റേ ആളും കൂടി കയറി. അങ്ങനെ കയറിയിട്ട് ഇയാൾ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് നിങ്ങളെപ്പോലെയുള്ള ആളുകളെ വല്ലാത്ത വെറുപ്പാണ്, പക്ഷേ നിങ്ങളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങളെ കയറ്റാൻ. അങ്ങനെ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞു പോകുമ്പോ അവസാനം ഇറങ്ങാൻ നേരത്തെ ഈ ഡ്രൈവർ വാഹനം നിർത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ മനുഷ്യൻ പറയാണ്, ഈ മുസ്ലിം അല്ലാത്ത ഈ മനുഷ്യൻ ആ CH ഉസ്താദിന്റെ അവനോട് പറയാണ്, ഈ കണ്ടക്ടറുടെ കൈ പിടിച്ചിട്ട്, എടാ നീ ഉസ്താദിന്റെ കയ്യിലൊന്ന് കൈവെക്ക്. എന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഇവൻ വല്ലാതെ മദ്യപിക്കുന്ന ആളാണ്, എനിക്ക് തോന്നുന്നു ഈ ഉസ്താദിന്റെ കയ്യിൽ വെച്ചിട്ട് ഇവൻ മദ്യപിക്കുകയില്ല എന്ന് സത്യം ചെയ്താൽ ഇവനത് പാലിക്കാൻ കഴിയുമെന്ന്. കണ്ടോ എങ്ങനെയാണ് സാധ്യമാണത്? എങ്ങനെയാണ് ആ ഉദാത്തമായ സ്വഭാവം കൈമാറ്റം ചെയ്യപ്പെടുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് മാറേണ്ടതാണ്, മാറ്റാൻ കഴിയുന്നതാണ്. നമ്മുടെ സ്വഭാവങ്ങളിലെ, നമ്മുടെ പെരുമാറ്റങ്ങളിലെ, നമ്മുടെ ഇടപെടലുകളിലെ എന്തെങ്കിലും അസ്വസ്ഥതകളോ തിന്മകളോ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ബാധ്യതയുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. മുഅ്മിനീങ്ങൾ അത് പരിശീലിക്കുന്നവരാണ്. മുഅ്മിനീങ്ങൾ സ്വഭാവം സംസ്കരിച്ചെടുക്കുന്നവരാണ്. അതല്ലെങ്കിലോ അല്ലാഹുവേ, നമ്മുടെ സ്വഭാവം ചീത്തയാണെങ്കിൽ, നമ്മൾ ആക്ഷേപിക്കുന്നവരാണെങ്കിൽ, നമ്മൾ മറ്റുള്ളവരെ മോശമായി ചീത്ത പറയുന്നവരാണെങ്കിൽ, നമ്മൾ മറ്റുള്ളവരോട് വളരെ മൃഗീയമായി പെരുമാറുന്നവരാണെങ്കിൽ, നമ്മൾ മറ്റുള്ളവരുടെ സമ്പത്ത് അപഹരിക്കുന്നവരാണെങ്കിൽ, അത് വലിയ സാമൂഹിക ദുസ്തുതി ഉണ്ടാക്കുക. സത്യത്തിൽ സമൂഹത്തിൽ ഈ സമാധാനക്കുറവിന്റെ ഒക്കെ കാരണം എന്താ? ഒരു കുടുംബത്തിൽ സമാധാനക്കുറവ് എങ്ങനെ ഉണ്ടാകുന്നത്? ഒരു നാട്ടിൽ സമാധാനക്കുറവ് എങ്ങനെ ഉണ്ടാകുന്നത്? രോഗം കൊണ്ടാണോ? അതല്ലെങ്കിൽ സമ്പത്തിന്റെ കുറവ് കൊണ്ടാണോ? അതൊക്കെ മനുഷ്യന്മാർ അഡ്ജസ്റ്റ് ചെയ്തു പോകും. സമ്പത്തില്ല എന്ന് വിചാരിച്ചിട്ട് ആളുകൾ ജീവിക്കാതിരുന്നിട്ടുണ്ട്. നമ്മളുടെയൊക്കെ മുൻഗാമികൾക്ക് സമ്പത്ത് ഉണ്ടായിരുന്നില്ലേ? ഒന്നുമില്ലായ്മയൊന്നും ആളുകൾക്ക് പരിഗണന വിഷയമല്ല. അതിനെ അതിജയിക്കാൻ മനുഷ്യകുലത്തിന് കഴിയും. സമ്പത്തില്ല എന്ന് വിചാരിക്കുക, ഭക്ഷണമില്ല എന്ന് വിചാരിക്കുക, കിട്ടിയത് വിചാരിച്ച് മനുഷ്യൻ കഴിക്കൂലേ? ഇലകൾ കഴിക്കൂലേ? കിട്ടുന്നത് മനുഷ്യൻ കഴിക്കൂലേ? ഭക്ഷണമില്ലെങ്കിൽ അത് അതിജയിക്കാൻ കഴിയും മനുഷ്യന്. ഏത് സാഹചര്യത്തെയും മനുഷ്യൻ അതിജയിക്കാൻ കഴിയും. പ്രകൃതിയുടെ ദുരന്തങ്ങളെ മനുഷ്യൻ അതിജയിക്കാൻ കഴിയും. ദുരന്തം ഉണ്ടായെന്ന് വിചാരിക്കുക, വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി, അള്ളാഹു ചില ആളുകളെ പരീക്ഷിക്കും, പക്ഷെ ഒട്ടുമിക്ക മനുഷ്യരും അതിനെ അതിജയിക്കും. രോഗങ്ങൾ ഉണ്ടായി, കോവിഡ് വന്നു, അതിജയിക്കും. അതിജയിക്കാത്ത വല്ലതുമുണ്ട് എങ്കിൽ അത് ദുസ്വഭാവമാണ്.
മനുഷ്യർക്കിടയിൽ കലാപങ്ങൾ ഉണ്ടാക്കുന്നത്, യുദ്ധമുണ്ടാക്കുന്നത്, പോരാട്ടങ്ങൾ ഉണ്ടാക്കുന്നത്, സംഘടനകൾ ഉണ്ടാക്കുന്നത്, കൊലപാതകങ്ങൾ ഉണ്ടാക്കുന്നത് മനുഷ്യന്റെ അസൂയയും പകയും ദുസ്വഭാവങ്ങളുമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് നമ്മൾ കാരണത്താൽ അങ്ങനെയൊന്നും ഉണ്ടാവരുത്. ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയണം. ഞാൻ നിങ്ങളോട് വെറുതെ ഒന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ കണ്ണാടിയിൽ നോക്കാറുണ്ടോ? കണ്ണാടിയിൽ നോക്കാറുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കി. കണ്ണാടിയിൽ നോക്കാറുള്ളവർ ഒന്ന് കൈപൊക്കി. മാഷാ അല്ലാഹ്, കണ്ണാടിയിൽ നോക്കാത്ത കുറച്ച് നല്ല മനുഷ്യന്മാരുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു. കൈ താഴ്ത്തിക്കൊള്ളി. കണ്ണാടിയിൽ എന്തിനാ കണ്ണാടിയിൽ നോക്കുന്നത്? എന്തിനാണ് ഈ ഗ്ലാമറൊക്കെ പഴയ പോലെ തന്നെ അല്ലേ എന്നൊക്കെ അറിയാനല്ലേ? എങ്ങനെയുണ്ട് എൻ്റെ മുഖം, എങ്ങനെയുണ്ട് താടി, എങ്ങനെയുണ്ട് എൻ്റെ വന്നുകൊണ്ടിരിക്കണം മീശയൊക്കെ എങ്ങനെയുണ്ട്, ശരി തന്നെയല്ലേ? അല്ല, അതിനൊക്കെ അല്ലേ നോക്കാറുള്ളത്? തലപ്പാവ് കെട്ടിയതൊക്കെ ശരിയായിട്ടില്ലേ എന്നൊക്കെ നോക്കാനാണ് കണ്ണാടിയിൽ നമ്മൾ നോക്കാറുള്ളത്. നമ്മളുടെ ഭൗതികമായ മുഖഭാവങ്ങൾ കാണാൻ, അത് വിലയിരുത്താൻ. എന്നാൽ സത്യത്തില് ആ കണ്ണാടി അത് നോക്കണ്ടെന്നല്ല, കണ്ണാടിയിൽ നോക്കണം. നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞങ്ങള് ദാറുദയിൽ പഠിക്കണ കാലത്ത് ബഹുമാനപ്പെട്ട ശൈഖുനാ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ടവരുടെ ക്ലാസ്, ഞങ്ങളെ റൂം ഇതാണെന്നുണ്ടെങ്കിൽ ക്ലാസ് ഇപ്പുറത്താ, തൊട്ടപ്പുറത്തെ വാതിലാണ്. അപ്പൊ സത്യത്തിൽ ഇപ്പോ രണ്ടാം പേരുടെ ഉസ്താദാണെന്നുണ്ടെങ്കിൽ ഉസ്താദിന്റെ റൂമിൽ നിന്ന് നേരെ അങ്ങോട്ട് വന്നാൽ മതി. പക്ഷെ ഞങ്ങൾ ആ കിതാബ് എടുക്കാൻ ചെല്ലുമ്പോൾ, ഉസ്താദിന്റെ കിതാബ് എടുക്കാൻ ചെന്നാൽ ചിലപ്പോൾ ഇങ്ങനെ കാണാൻ കഴിയും, ഉസ്താദ് ഇങ്ങനെ കണ്ണാടിലൊക്കെ നോക്കി ശരിക്ക് താടിയും മുടിയൊക്കെ വാർന്ന്, അതിന്റെ തലപ്പാവ് ഭയങ്കര ഗാംഭീര്യമുള്ള തലപ്പാവാണല്ലോ, നിങ്ങൾ ചിത്രത്തിലൊക്കെ കണ്ടിട്ടില്ലേ? ആ തലപ്പാവൊക്കെ കെട്ടി എല്ലാം റെഡിയായി നല്ല സുഗന്ധമൊക്കെ പൂശിയിട്ടാണ് ഉസ്താദ് ക്ലാസ്സിലേക്ക് ഇങ്ങനെ വരിക. അതാണ് ഉസ്താദിന്റെ പ്രത്യേകത. കണ്ണാടിയിൽ നോക്കണം, വൃത്തിയാവണം. മാലിക് ബിൻ അനസ് ഒക്കെ നല്ല സ്വഭാവത്തിന്റെ ഭാഗമാണ്. മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു. എങ്ങനെ? മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു മദീനയിലെ മുഹദ്ദിസാണ്. അപ്പൊ നമ്മൾ ഈ പള്ളിയിൽ ഇമാം എന്ന് പറഞ്ഞ പോലെ, ഈ പള്ളിയിലെ ഉസ്താദ് എന്ന് പറയുന്നത്, മുദരിസ് എന്ന് പറയുന്നത് പോലെ, മദീന പള്ളിയിലെ മുദരിസാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. മുവത്ത ഉണ്ടാക്കിയ ആൾ, മുവത്ത എന്ന ആദ്യത്തെ ഹദീസ് ഗ്രന്ഥമുണ്ടാക്കിയ ആൾ, മാലിക്കി മദ്ഹബിന്റെ ഇമാം. മഹാനുഭാവനെ പറ്റി പറഞ്ഞത് എന്താണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ബഹുമാനപ്പെട്ടവർ ഒരു ഹദീസ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചാൽ നല്ല വസ്ത്രം ധരിക്കും, നല്ല സുഗന്ധം പൂശും, മുഖത്ത് ഗാംഭീര്യം ഉണ്ടാവും. എന്നിട്ടാ പറയുന്ന രൂപത്തിൽ എനിക്ക് ഇന്ന മഹാൻ പറഞ്ഞു തന്നു, ആ മഹാൻ ഇന്നയാള് പറഞ്ഞു കൊടുത്തു. ആ മഹാനായ സ്വഹാബി വര്യൻ കേട്ടത് ഈ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണെന്ന് പറഞ്ഞ് ആ ഹദീസ് വളരെ മധുര മനോഹരമായി ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞത്, അങ്ങനെ മുഖം കാണാൻ, നമ്മളുടെ രൂപം കാണാൻ കണ്ണാടിയിൽ നോക്കുന്ന നമ്മൾ, സത്യത്തിൽ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ കൽബാകുന്ന കണ്ണാടിയിലാണ്. അവിടെയാണ് നമ്മൾ നമ്മെ കാണേണ്ടത്, നമ്മുടെ പെരുമാറ്റങ്ങളെ കാണേണ്ടത്, നമ്മുടെ സ്വഭാവങ്ങളെ കാണേണ്ടത്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് മാറ്റങ്ങൾ വരേണ്ടത്. അങ്ങനെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. ഞാൻ ഭയങ്കര ദേഷ്യപ്പെടുന്ന ആളാണ്, അത് അവനവൻ അറിയാൻ കഴിയണം. നിങ്ങൾ സ്പ്രേ അടിക്കാറില്ലേ? സ്പ്രേ അല്ലെങ്കിൽ നല്ല സുഗന്ധം, നല്ല സെന്റൊക്കെ, നല്ല അത്രയൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഡൗട്ടായിരിക്കും. എന്ത് വാസന ഉണ്ടോ തോന്നാറില്ലേ? അപ്പൊ അടുത്ത് ക്ലാസ്സിലൊക്കെ പോയിട്ട് അടുത്തുള്ള ആളുടെ കടന്ന വാസന ഉണ്ടോ? അയ്യേ, എന്ത് വാസന ചെല്ലോ എന്നൊക്കെ നമ്മൾ അസൂയുണ്ട് ചിലപ്പോൾ നല്ല വാസന ഉണ്ടാവും. അങ്ങനെ ആയിരിക്കും. ഇതേപോലെ തന്നെയാണ് ദുർഗന്ധം. നമ്മൾ കുളിക്കാതെ അല്ലെങ്കിൽ കളി കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കാതെയൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അയ്യേ എന്തോ ഒരു വാസനയാണ് ഇവനെ, അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കൂല, പറയില്ല. രണ്ടിന്റെയും പ്രത്യേകത എന്താണ്? ദുസ്വഭാവമാണെന്നുണ്ടെങ്കിലും അത് മറ്റുള്ളവർക്കേ അറിയുള്ളൂ, നല്ല സുഗന്ധമാണെങ്കിലും മറ്റുള്ളവർക്കേ അറിയുള്ളൂ. നമുക്കത് അറിഞ്ഞോണമെന്നില്ല, അല്ലേ? നമുക്കത് അറിയില്ല. എന്നതുപോലെ തന്നെയാണ് നമ്മുടെ സ്വഭാവം മോശമാണ് എങ്കിലും, നമ്മളുടെ സ്വഭാവം നല്ല സ്വഭാവമാണെങ്കിലും അതിലൊട്ടുമിക്കതും നമുക്കറിയില്ല. എന്നെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നത് എന്റെ സൽസ്വഭാവം കൊണ്ടാണെങ്കിൽ അത് ഞാൻ സൽസ്വഭാവിയാണ് എന്ന് പറഞ്ഞത് കൊണ്ടല്ല, അതെന്റെ സംസാരത്തിലൂടെ, എന്റെ നോട്ടത്തിലൂടെ, എന്റെ പെരുമാറ്റത്തിലൂടെ, എന്റെ ഇടപെടലുകളിലൂടെ മറ്റുള്ളവരാണ് അത് അറിയേണ്ടത്. അതെനിക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത് എന്റെ ഏറ്റവും വലിയ വിജയമാണ്.
ഞാൻ ദുർഗന്ധമുള്ളവനാണെങ്കിൽ ആ ദുർഗന്ധം എനിക്കുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വഷളാകാതെ പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, നാട്ടിലുള്ള സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, നമ്മളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മോശമായ സമീപനമുണ്ടോ? നമ്മളുടെ വർത്തമാനത്തിലും പെരുമാറ്റത്തിലും വൃത്തികെട്ട വർത്തമാനങ്ങളുണ്ടോ? നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരത്തിനിടയിൽ നമ്മൾ ഫോൺ ചെയ്തവരെ കുറിച്ച് നമ്മളൊന്ന് പഠിച്ചു നോക്കുക. നമ്മൾ ഇടപെട്ട സാമൂഹിക വിഷയങ്ങളെ കുറിച്ച് നമ്മളൊന്ന് പഠിച്ചു നോക്കുക. നമ്മൾ സംസാരിച്ച ആളുകളെ സംബന്ധിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പടച്ചവനെ, എത്ര മോശമായിട്ടാണ് ഞാൻ അയാളെ വേദനിപ്പിച്ചത്. അതൊരിക്കലും എന്റെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ലായിരുന്നുവല്ലോ. എന്റെ നോട്ടം മോശമായി പോയല്ലോ, എന്റെ സംസാരം മോശമായി പോയല്ലോ. നല്ലതുണ്ടെങ്കിൽ അത് അൽഹംദുലില്ലാ, അള്ളാഹിനോട് സന്തോഷം പറ. എന്റെ സംസാരം കൊണ്ട് അവർക്ക് സന്തോഷമായല്ലോ, എന്റെ സംഭാവന കൊണ്ട് അവർക്ക് വലിയ ആനന്ദമായല്ലോ, എന്റെ ഭക്ഷണം കഴിച്ചിട്ട് അവർക്ക് നല്ല സംതൃപ്തി കിട്ടിയല്ലോ. സഹോദരിമാർക്കൊക്കെ ആലോചിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നത്, അതിന് നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ, മാതൃകയുടെ നേതാവ്, എല്ലാവർക്കും മാതൃകയുള്ളയാൾ. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബിൽ വ്യക്തമായ നല്ല മാതൃകയുണ്ട് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ ആദരവായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഇവരുടെ വലിയ പ്രത്യേകത എന്താണ്? ജീവിതത്തിൽ നമ്മളോട് ആരെങ്കിലും നീ നല്ല, ചിലപ്പോൾ നമ്മളോട് പറയും, അത് നിന്റെ ഡ്രസ്സ് അടിപൊളിയാണല്ലോ, പറഞ്ഞിട്ടില്ലേ? നിന്റെ തലപ്പാ ഉഷാറാണല്ലോ, പറഞ്ഞിട്ടുണ്ടാവും. ഹായ്, നിന്നെ കാണാൻ തന്നെ എന്തോ ഒരു ചന്താണ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയും പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ പലതും പലരോടും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എടാ, നിന്റെ സ്വഭാവം നല്ല സ്വഭാവമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ നിങ്ങൾ പറയാ? ഇനിയിപ്പത് പറയാൻ നിൽക്കണ്ട. അങ്ങനെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? സഹോദരിമാരെ, അങ്ങനെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ സഹോദരിമാരില്ലേ? എവിടെയാണ്? അവിടെ അൽഹംദുലില്ലാ, അവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? സഹോദരന്മാര്, നാട്ടിലുള്ളവരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ നമ്മളോട് പറഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെ ഒരാളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് അല്ലാഹുവാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. നബിയേ, അങ്ങ് ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. നിങ്ങൾ കേൾക്കണേ, നിങ്ങളുടെ സ്വഭാവമുണ്ടല്ലോ കൂട്ടുകാരാ. നിങ്ങൾ ഇവിടെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരന്റെ സ്വഭാവം നല്ല സ്വഭാവമാണ് എന്ന് പറയേണ്ടത് ആരാണ്? നിങ്ങളുടെ ക്ലാസ്സിലിരിക്കുന്നവരാണ്, നിങ്ങൾ പെരുമാറുന്നവരാണ്, നിങ്ങളുടെ ഉസ്താദുമാരാണ്, നിങ്ങളുടെ മാതാപിതാക്കളാണ്. അപ്പൊ നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വഭാവം നല്ല ആളുകളാന്ന് പറയേണ്ടത് ആരാണ്? അത് നിങ്ങളാണ്. ആ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടവരാണ്. കല്യാണം കഴിച്ച ആളുകളുണ്ടാവും, ചെറുപ്പക്കാര്, സഹോദരന്മാര്, നിങ്ങൾ ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ, നമ്മളെ സ്വഭാവം നല്ലതെന്ന് പറയേണ്ട ഒന്നാമത്തെ ആളരാന്നറിയോ? നമ്മളുടെ ഭാര്യമാരാണ്, നമ്മളുടെ ഇണകളാണ്. സഹോദരിമാരെ, നിങ്ങൾ സർട്ടിഫൈ ചെയ്യണം. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ സ്വഭാവം നല്ല സ്വഭാവമാണെന്ന് നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ എൻ്റെ ഭാര്യയായ ഖദീജ സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്ക സ്വലാത്ത് ചൊല്ലൂ, മുഹമ്മദ് മുസ്തഫ. കാരണം എന്താണ്? അത് അങ്ങനത്തെ ഒരു സ്വഭാവമാണ് കാണിച്ചത്. ഖാതീമുൽ അംബിയ മുത്ത് റസൂലേ, കണ്ട് കോതി തോന്നി ബീവിക്കുള്ളാലെ, കത്തിത്തിളങ്ങും യുവരത്നച്ചങ്കോലെ, കച്ചോടത്തിനയച്ചു ഖദീജക്ക് മെച്ചലാഭം ലഭിച്ചു. ബീവിയെ കെട്ട് പറഞ്ഞന്ന് മക്കത്തെ എമ്പാടും രാജാക്കൾ,
വാടി മോഹവും മനസ്സും നിരാശയാൽ പോയെത്ര രാജാക്കൾ മനസ്സെന്ന പൂവാടിക്കുള്ളിൽ മോഹബത്ത് പൂത്തൊരു രാജാത്തി മഹദിയാൾ ബീവി ഖദീജ മനോഹരി മക്കത്തെ രാജാത്തി. നോക്കണേ സഹോദരന്മാരെ, ഒരു ഭാര്യ ഭർത്താവിനോട് എങ്ങനെ സൽസ്വഭാവത്തോടെ പെരുമാറണമെന്ന മാതൃകയാണ് അള്ളാഹുവിന്റെ ഹബീബ്. അതാ ഹിറാ ഗുഹയിൽ നിന്ന് പേടിച്ചവശനായി തന്റെ വീട്ടിലേക്ക് വരികയാണ്. സമ്മിലൂനി, എന്നെ പുതപ്പ് കൊണ്ട് മൂടണമെന്ന് തന്റെ ഭാര്യയോട് പേടിച്ചവശയായി അവശനായി പറയുമ്പോൾ ഖദീജ ബീവി സ്നേഹത്തോടെ തന്റെ ഭർത്താവിനെ സ്നേഹിച്ചിരുത്തുകയാണ്. തന്റെ മടിയിൽ തലവെച്ച് ആ മുടിയിഴകളിലൂടെ ഇങ്ങനെ വിരലോടിച്ച് ആ നെറ്റിത്തടത്തിലൂടെ ഇങ്ങനെ പതുക്കെ തടവിക്കൊടുത്ത് തന്റെ ഭർത്താവിനോട് ഉറങ്ങാൻ വേണ്ടി പറയുമ്പോൾ കല്ലാ വല്ലാഹി മാ യുഖ്സികല്ലാഹു അബദാ, ഒരിക്കലും അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കുകയില്ല, നിങ്ങൾ സൽസ്വഭാവിയാണല്ലോ. ഇന്നക ലതസ്ലുർ റഹിമ, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണല്ലോ, നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്ന ആളാണല്ലോ, നിങ്ങൾ ഇല്ലാത്തവർക്കുള്ള ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളാണല്ലോ എന്ന് പറഞ്ഞ് തന്റെ പ്രിയതമ ഹബീബായ റസൂലുള്ളാഹിയെ സാന്ത്വനിപ്പിക്കുന്ന ആ രംഗമുണ്ടല്ലോ, നിങ്ങളത് മാതൃകയാക്കണം. അതാണ് നിങ്ങൾക്ക് നബിയിലുള്ള മാതൃക. വിദേശത്ത് നിന്ന് ഇങ്ങനെ ഭർത്താവ് വിളിക്കുകയാണ്, ഞാൻ നാട്ടിൽ തന്നെ സ്ഥിരമായാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? മക്കളെ കെട്ടിക്കണ്ടേ? മോനൊരു ജോലിയായിട്ടുണ്ടോ? നിങ്ങൾ ഇവിടെ വന്നാൽ എന്താ കാണുക? ഞങ്ങളെപ്പോലെയുള്ള പള്ളിയിലെ ഇമാമുമാർക്ക് പലപ്പോഴും ദുആ ചെയ്യാൻ കിട്ടുന്ന ലിസ്റ്റുകളിൽ കണ്ട കാര്യമാണ്. എന്ത്? ഭർത്താവ് ഗൾഫിൽ നിന്ന് വരികയാണെന്ന് അറിഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് അവിടെ തന്നെ സ്ഥിര ജോലി കിട്ടാൻ. അപ്പൊ എന്താ സംഭവം? ചില ആളുകൾ പറയും നമ്മളോട്, ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്ന ആ സഹോദരൻ തിരിച്ചു പോയോ? ആ സഹോദരനോട് ഇങ്ങനെ അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞു. ഗൾഫിൽ നിന്ന് 40-30 കൊല്ലം കണ്ട് ഗൾഫിൽ നിന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അറ്റാക്ക് വന്നിട്ട് നാട്ടിലേക്ക് വന്നു. എന്നിട്ട് 8 കൊല്ലം അറ്റാക്ക് വന്നതോടുകൂടി നാട്ടിലേക്ക് വന്നു. ഇങ്ങനെ ആയിരിക്കും അധികാളും വരും. അപ്പോഴാണ് നിങ്ങൾ ഖദീജ ബീവി ആവേണ്ടത്. സ്വഭാവം എങ്ങനെ? ഇങ്ങോട്ട് വരീന്ന് പൈസക്ക് അതുവരെ നമുക്ക് ഉണ്ടായില്ലേ? രോഗിയായിട്ട് വരുന്ന ഭർത്താവിനോട് നിങ്ങളെ ചികിത്സിക്കാൻ എവിടെ നിന്നാണ് പൈസ എന്നല്ല, നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഓരോ തവണ നാട്ടിൽ വരുമ്പോഴും എന്റെ കാതിലും കഴുത്തിലും നിങ്ങൾ തന്ന ആഭരണങ്ങളുണ്ട്, നമുക്കതങ്ങ് വിൽക്കാമല്ലോ. ഇനി നമ്മുടെ മക്കൾ വലുതാകുമ്പോ അവർക്ക് ജോലി കിട്ടുമ്പോ സ്നേഹ സമ്മാനമായിട്ട് അവർ നമുക്കത് വാങ്ങിത്തരുമല്ലോ. നിങ്ങൾ എന്തിന് പേടിക്കണം എന്ന് പറഞ്ഞ് ഭർത്താവിനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന സൽസ്വഭാവിയായ പെണ്ണേ, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം നൽകുന്നുണ്ട്. എങ്ങനെയെന്നറിയുമോ? ഒരു പെണ്ണ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവളുടെ ഭർത്താവ് അവളെ സംബന്ധിച്ച് സംതൃപ്തയാണ് എങ്കിൽ ആ പെണ്ണ് സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊരു മനുഷ്യനെ എല്ലാ ദിവസവും കാണാറുണ്ട്. ആ മനുഷ്യൻ എല്ലാ ദിവസവും തന്റെ മരണപ്പെട്ടു പോയ ഭാര്യയുടെ അടുക്കൽ പോയി പൊട്ടിക്കരയുന്നത് പലപ്പോഴും കാണാറുണ്ട്. അങ്ങനെ അയാൾ 2ാമത് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചിട്ടും അയാൾ തന്റെ ഭാര്യ മരണപ്പെട്ടു പോയ ഭാര്യയുടെ ഖബറിന്റെ അവിടെ പോയി ദുആ ചെയ്ത് പലപ്പോഴും അയാളുടെ ഒരു പേരക്കിടാവിന്റെ കല്യാണത്തിന് ഞാൻ പ്രസംഗിക്കുമ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയി, ഈ പേരക്കിടാവിനെ വീട്ടിൽ നിന്ന് സ്നേഹത്തോടെ ഇറക്കേണ്ട ഇയാളുടെ ഭാര്യ ഇവിടെ ഇല്ലല്ലോ, ആ ഭാര്യ ഇവിടെ ഖബറിന്റെ ഉള്ളിലാണല്ലോ എന്ന് പറഞ്ഞപ്പോ എങ്ങനടിച്ചൊരു കൊച്ചുകുട്ടിയെ പോലെ ആ വാർദ്ധക്യത്തിലേക്ക് എത്തിയ ആ മനുഷ്യൻ കരയുന്നത് കണ്ടപ്പോ ഒരു കാര്യം എനിക്ക് വ്യക്തമായി, ആ പെണ്ണ് സ്വർഗത്തിൽ തന്നെയാണ്. കാരണം അത്രമേൽ ബന്ധം, അത്രമേൽ ആത്മാർത്ഥത. അത് ഖദീജ ബീവിയുടെ പിൻഗാമികള് ഭർത്താക്കന്മാർക്ക് കൊടുക്കുന്നതാണ്. നിങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനെ കേട്ടിട്ട് ഇപ്പൊ എന്താ അല്ലേ? നിങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ തന്നെ അല്ലേ ഒന്ന് ഉറപ്പ് വരുത്തിയാൽ മതി.
വീട്ടിലൊക്കെ പോകുമ്പോഴേ നിങ്ങളുടെ ഉമ്മയും ബാപ്പയൊക്കെയാണ് ഇപ്പൊ നിങ്ങളൊക്കെ കാണുന്ന ഭാര്യ ഭർത്താക്കന്മാര് അറിഞ്ഞല്ല. അപ്പൊ അത് ഖദീജ ബീവിയൊക്കെ തന്നെ അല്ലേ എന്നൊക്കെ ഉമ്മാനോടൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി. നിങ്ങൾ ഖദീജ ബീവി തന്നെ അല്ലേ? സ്നേഹം കൊടുക്കാറില്ലേ? വാപ്പാനെ ചീത്ത പറയാറുണ്ടോ? വാപ്പാക്ക് പ്രയാസം ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പരിഹാരം കാണണം. അള്ളാഹുവേ, ഞങ്ങളുടെ കിണകളെയും ഞങ്ങളുടെ ഇടയിലുള്ള ബന്ധങ്ങളെയൊക്കെ നീ നന്നാക്കി തരണേ റബ്ബേ. പടച്ചോനെ, ഞാൻ ഒരുപാട് നേരം പ്രസംഗം തുടങ്ങിയിട്ട് എത്ര നേരമായി എന്നറിയോ? എത്ര നേരമായി തങ്ങളെ? 1 മണിക്കൂറായില്ലേ? നിർത്താനായോ? നമുക്കൊന്ന് എഴുന്നേറ്റ് ഒരു സ്വലാത്തൊക്കെ ചൊല്ലിയാൽ ഒന്നും കൂടെ ഉഷാറാവും. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നോക്കി ബിസ്മില്ലാ. സഹോദരിമാരെ, ബുദ്ധിമുട്ടില്ല, നിങ്ങളും കൂടി ഒന്ന് എഴുന്നേറ്റ് നോളി. ഒന്നൊരു ഉഷാറായിക്കോട്ടെ. നിങ്ങൾ കുറെ നേരമായിരിക്കും. അശ്റഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹ സുറൂരി യാ നബി. സ്വലവാതുല്ലാഹി അലൈക്കും അന്ത ശംസുൻ അന്ത ബാദ്റു അന്ത നൂറും ഫൗഖ നൂരി അന്ത ഇക്സീറും വഗാലി അന്ത മിസ്ബാഹു സുദൂരി യാ നബി. അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാതുല്ലാഹി അലൈക്കും. ഉറക്ക് അശ്രദ്ധ പോയ ആളുകൾക്കൊക്കെ അവിടെ ഇരിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന കാര്യം എന്താണ്? ആ സ്വഭാവത്തിൽ ഏറ്റവും വലിയ മാതൃക നബിയാണ്. അവിടുത്തെ നന്മയാണ്. അവിടുന്ന് നല്ല അവിടുന്ന് പഠിപ്പിച്ച മനോഹരമായ ജീവിത രീതി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അവിടുത്തെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ തന്നെയാണ്. ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയാവും മഹാമോശം സ്വഭാവം, എന്നിട്ട് നന്നാവുക എന്നുള്ളതല്ല. അൽ അമീൻ എന്നാണ് വിളിക്കുക ആളുകൾ. അതല്ലേ മാതൃക? അതിനെങ്ങനെ മാതൃകയാക്കുക? നമ്മളുടെ ഈ പ്രായത്തിൽ നമ്മൾ അൽ അമീനുമാരാവുക. നമ്മളെ പേര് ചിലപ്പോൾ അൽ അമീൻ എന്നായിരിക്കും, പക്ഷെ ആ സ്വഭാവം പുലർത്തുക. ആ സ്വഭാവം പുലർത്തുന്നവരായി മാറുക. ആ പെരുമാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്രമേൽ പ്രയാസങ്ങളും എത്രമേൽ ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും അതിൽ പ്രതികാരം ചെയ്യാൻ തയ്യാറല്ല. 1-2 കഥകളും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 1-2 കഥകളും പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒരു ഉദാഹരണമായിട്ട്, അള്ളാഹുവിന്റെ ഹബീബിന് വല്ലാത്ത മോഹം, കഅബയുടെ ഉള്ളിൽ കയറിയിട്ടൊന്ന് സുജൂദ് ചെയ്താൽ തരക്കേടില്ല. നല്ല മോഹല്ലേ? കഅബയുടെ അകത്തൊന്ന് സുജൂദ് ചെയ്താൽ തരക്കേടില്ല. അങ്ങനെ കഅബയുടെ താക്കോൽ സൂക്ഷിച്ചിരുന്നത് ഉസ്മാൻ ഇബ്നു ത്വൽഹ എന്നയാളായിരുന്നു. ഈ ഉസ്മാന്റെ അടുക്കൽ പോയി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉസ്മാനേ, എനിക്ക് ആ കഅബയുടെ താക്കോൽ ഒന്ന് തരുമോ? ഉസ്മാൻ പറഞ്ഞു, മുഹമ്മദേ, നിനക്ക് ഞാനത് തരൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അങ്ങനെ പറഞ്ഞപ്പോൾ നബി വീണ്ടും പറഞ്ഞു, ഉസ്മാനെ പ്ലീസ്, എനിക്ക് ഒന്ന് കാട്ട്, എനിക്കൊന്ന് ആ കഅബന്റെ ഉള്ളിൽ കയറിട്ട് ഒന്ന് നിസ്കരിക്കാനാണ്. ഇല്ല മുഹമ്മദേ, നിനക്ക് ഞാനത് തരികയില്ല. മൂന്നാമത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, മുഹമ്മദേ, ഞാൻ ആ താക്കോൽ ആർക്ക് കൊടുത്താലും നിനക്കൊരിക്കലും ആ താക്കോൽ തരില്ല. അപ്പൊ റസൂലുള്ള മറുപടി പറഞ്ഞു, എന്നാൽ ഉസ്മാനെ, ആ താക്കോൽ എന്റെ കയ്യിൽ വരുന്ന ഒരു ദിവസം വരാനുണ്ട് ഉസ്മാൻ. അന്ന് ഞാൻ അത് ഉദ്ദേശിക്കുന്ന ആൾക്ക്, എനിക്കിഷ്ടമുള്ളയാൾക്ക് ഞാൻ ആ താക്കോൽ കൈമാറുന്നതാണ്.
ഇത് കേട്ടപ്പോ ഉസ്മാൻ ഇബ്നു ത്വൽഹ പൊട്ടിത്തെറിച്ചു, പൊട്ടിച്ചിരിച്ചു. എന്തൊരു മണ്ടത്തരാണ് മുഹമ്മദ് ഈ പറഞ്ഞത്, ഈ താക്കോൽ എൻ്റെ കയ്യിൽ വരിക. അന്ന് ഞങ്ങളൊക്കെ വല്ലാത്ത മോശക്കാരാവുമല്ലോ. കാലം കടന്നുപോയി. അഷ്റഫുൽ ഖൽഖ് മദീനയിലേക്ക് പോയി. മക്ക കീഴടങ്ങുകയാണ്. മന്ദം മന്ദം അനുയായികൾ കഅബാലയത്തിലേക്ക് മാർച്ച് നടത്തുകയാണ്. എല്ലാവരും നബിയുടെ മുമ്പിൽ കീഴൊതുങ്ങുകയാണ്. ശത്രുക്കൾ പത്തി മടക്കുകയാണ്. പോരാട്ടങ്ങൾ അവസാനിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളും തങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത എല്ലാ സ്വത്തുക്കളും മക്കയിലുള്ള എല്ലാവർക്കുമായി അങ്ങ് വിട്ടുകൊടുക്കുകയാണ്. ഒന്നും ഇനി ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വേണ്ട. മുഹമ്മദുർ റസൂലിന് മക്കയിൽ വീടുണ്ടായിരുന്നല്ലോ, ആ വീട് എനിക്ക് വേണ്ട. ഒരു ടെന്റിൽ അവിടുന്ന് താമസിക്കുകയാണ്. അങ്ങനെയാണ് അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബും സ്വഹാബികളും കഅബാലയത്തിലേക്ക് ഇങ്ങനെ മാർച്ച് നടത്തുന്നത്. ശത്രുക്കൾ എല്ലാവരും വല്ലാതെ ഭയവിഹ്വലരായി പോയി. ഇവരെന്തൊരു ധീരന്മാരാണ്, ഇവരിൽ പലരും ഞങ്ങളുടെ ബന്ധുക്കളാണ്. അങ്ങനെ കഅബാലയത്തിന്റെ അടുക്കൽ വന്നു. കഅബ ഷരീഫിന്റെ അകത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് കയറുകയാണ്. റസൂലുള്ള വിളിച്ചു ചോദിച്ചു, എവിടെയാണ് ഉസ്മാൻ ഇബ്നു ത്വൽഹ? ഒരു സ്വഹാബി ഉസ്മാൻ ഇബ്നു ത്വൽഹയെ വിളിച്ചു കൊണ്ടുവന്നു. ഉസ്മാൻ വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ തലയും താഴ്ത്തി ഉസ്മാൻ നിന്നു. ആ താക്കോല് വാങ്ങിയിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ ഷരീഫ് തുറക്കുകയാണ്. അല്ലാഹുവിന്റെ ഭവനത്തിൽ കയറുന്നു. ആ ഭവനത്തിനുള്ളിൽ സുജൂദിൽ വീഴുന്നു. അതിന്റെ അകത്തുണ്ടായിരുന്ന ബിംബങ്ങളെയെല്ലാം വിഭാടനം ചെയ്യുന്നു. അങ്ങനെ കഅബാലയം പരിപൂർണമായും ഹബീബായ റസൂലിന്റെ കീഴിലായിട്ട് ആ കഅബാലയത്തിന്റെ ആ വാതിൽ പടികളിൽ തന്റെ ഇരു കൈകളും വെച്ച് ചുറ്റുപാടിങ്ങനെ നോക്കുകയാണ്. നിരന്ന് നിൽക്കുന്ന തന്റെ അനുയായികൾ. എന്തൊരാശ്വാസമാണ് അവരുടെ മുഖത്ത്. അവർക്കിങ്ങോട്ട് വരാൻ അനുവാദമുണ്ടായിരുന്നില്ല. അവർ ഭയന്നവരായിരുന്നു. അവർ ആക്രമിക്കപ്പെട്ടവരായിരുന്നു. അവർ വല്ലാതെ പീഡിപ്പിക്കപ്പെട്ടവരായിരുന്നു. ഇതാ അല്ലാഹു എനിക്ക് നൽകിയ വാഗ്ദാനം നിറവേറ്റിയിരിക്കുന്നു. ആ കഅബയുടെ താഴെ നിന്നിറങ്ങുമ്പോ സ്വഹാബികൾക്ക് പലർക്കും മോഹമുണ്ട്. നബിയേ, ആ താക്കോൽ ഞങ്ങൾക്ക് നൽകിയിരുന്നുവെങ്കിൽ ഇനി ഞങ്ങളത് സൂക്ഷിച്ചു കൊള്ളാം. സ്വഹാബികൾക്കിടയിൽ പ്രഗത്ഭരുണ്ടല്ലോ. ഹബീബായ നബി താഴേക്ക് നോക്കി തിരിഞ്ഞു നോക്കുമ്പോ, ഇറങ്ങിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഉസ്മാൻ ഇബ്നു ത്വൽഹയുണ്ട് ഇങ്ങനെ നടന്നു പോകുന്നു. നബി വിളിച്ചു, ഉസ്മാൻ. ഉസ്മാൻ തിരിച്ചു വന്നു. നബി തിരുമേനിയുടെ മുമ്പിൽ നിന്നു. ഈ താക്കോൽ ഇങ്ങനെ കയ്യിൽ പിടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാനോട് ചോദിക്കുന്നു, ഉസ്മാനേ, നിനക്ക് ഓർമ്മയുണ്ടോ അന്നൊരു ദിവസം ഞാൻ നിങ്ങളോട് ആ താക്കോൽ എനിക്ക് നൽകാൻ പറഞ്ഞപ്പോ താങ്കളത് നൽകുകയില്ല എന്ന് പറഞ്ഞത്? അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ താക്കോൽ എന്റെ കയ്യിൽ വരുന്ന ഒരു ദിവസമുണ്ട് എന്ന്. അന്ന് ഞാനത് എനിക്കിഷ്ടമുള്ള ഒരാൾക്ക് കൊടുക്കുമെന്ന്. ഈ താക്കോൽ ഞാൻ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ്. അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. ഹബീബായ നബിയുടെ മുമ്പിൽ വെച്ചയാള് മുസ്ലിം ആവുകയാണ്. അതാണ് കാര്യം. ഇതുപോലെ എത്രയെത്ര കഥകൾ. സ്നേഹം മാത്രം മറ്റുള്ളവർക്ക് പകർന്നു നൽകിയ മുഹമ്മദ് മുസ്തഫ, സൽസ്വഭാവം പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ, ലോകരാഷ്ട്ര നേതാക്കൾക്കിടയിൽ അക്രമങ്ങളും പോരാട്ടങ്ങൾക്കുള്ള കോപ്പുകളും ആയുധപ്പുരകളും അവർ സംഭരിക്കുമ്പോ എങ്ങനെ മറ്റുള്ളവരെ ഇകഴ്ത്താം, എങ്ങനെ മറ്റു രാജ്യങ്ങളെ തകർക്കാം, എങ്ങനെ കൊള്ളയടിക്കാം, എങ്ങനെ ആളുകളോട് അനീതി കാണിക്കാം എന്ന് ഗവേഷണം നടത്തുന്ന ആധുനിക ഭരണത്തലവന്മാർക്കിടയിൽ മാതൃകയാവട്ടെ ഈ നേതാവ്, മാതൃകയാവട്ടെ ഈ പിതാവ്, മാതൃകയാവട്ടെ ഈ ഭർത്താവ്, മാതൃകയാവട്ടെ ഈ അനുയായികളുടെ ഏറ്റവും പ്രിയപ്പെട്ടയാൾ സയ്യിദുനാ വനബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. നമ്മളുടെ സ്വഭാവം ഒന്ന് വെറുതെ വിലയിരുത്തി നോക്കുക. നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ ജനങ്ങളെ വെറുപ്പിച്ചിട്ടുണ്ടോ? ഞാൻ എന്നോടാണ് പറയുന്നത്. ഉപദ്രവിച്ചിട്ടുണ്ടോ? വിഷമിപ്പിച്ചിട്ടുണ്ടോ? മാനസികമായി സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടോ? പലതും എൻ്റെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ടായിരിക്കും.
അങ്ങനെ നമ്മളുടെ മനസ്സിൽ തോന്നുകയാണ്, ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, കഴിയുമെങ്കിൽ എന്നല്ല, നമ്മൾ അവരോടത് പറയണം, മാപ്പാക്കാൻ പറയണം. ഒരു കുറച്ചിലും അതുകൊണ്ടില്ല. നാളെ നമ്മളുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങളൊക്കെ ഊരിമാറ്റുന്ന സമയമുണ്ടല്ലോ, കണ്ണുകളൊക്കെ മറ്റുള്ളവർ വന്ന് ചിമ്മിത്തരുന്ന സമയമുണ്ടല്ലോ. മയ്യിത്ത് കുളിപ്പിച്ചു കഴിഞ്ഞ് ഈ മയ്യിത്ത് ഇങ്ങനെ വീടിന്റെ മുമ്പിൽ വെച്ചിട്ട് പള്ളിയിലെ ഉസ്താദ് അവിടെ വെച്ച് ഉറക്കെ ഒരു വിളിച്ചു പറയൽ നടത്താറില്ലേ? നമ്മളുടെ ഇന്നാളാണ് കിടക്കുന്നത്, ഇയാള് ജീവിതത്തിൽ നിങ്ങളോട് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയാൾക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കണമെന്ന്. ഞാൻ അങ്ങനെ ചിന്തിക്കും അത് കേൾക്കുമ്പോ, പടച്ചവനെ, അയാൾക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കേണ്ട എന്തെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ അവരിവിടെ ഇല്ലല്ലോ, അവരും മരിച്ചു പോയല്ലോ. മരിച്ചു പോയാൽ പിന്നെ പരലോകത്തല്ലേ കാണാൻ കഴിയുകയുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, മനസ്സിൽ നിന്നുള്ള എല്ലാ അഹങ്കാരങ്ങളും ഇറക്കി വെച്ച് വിനയത്തിന്റെ ഭാഷയിൽ നമുക്ക് സംസാരിക്കാനാവണം. അത് ആരോടാണെങ്കിലും, പ്രായമേറിയവരോട്, പ്രായം കുറഞ്ഞവരോട്, കമ്മിറ്റിക്കാരനോട്, ഉസ്താദിനോട്, ഇങ്ങോട്ട് അയൽവാസിയോട്, ഭാര്യയോട്, ഭർത്താവിനോട്, എല്ലാരോടും സന്തോഷത്തോടെ ജീവിക്കാം, സമാധാനിക്കാം. സൽസ്വഭാവത്തിന്റെ ഏറ്റവും വലിയ ഗുണം ആ ആനന്ദമാണ്, ആ സന്തോഷമാണ്, ആ സന്തോഷത്തിന്റെ ഭവനമാണ്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അവിടെ മാത്രമേ പരിപൂർണമായ സമാധാനമുള്ളൂ. അതിനിവിടുന്ന സമാധാനം നമുക്ക് നൽകണം. സ്വർഗത്തിൽ അനാവശ്യമില്ല. ഇവിടുന്ന് അനാവശ്യം കാണിക്കാത്തവർക്ക് അനാവശ്യമില്ലാത്ത വീട് കിട്ടും. സ്വർഗത്തിൽ കള്ളമില്ല, സ്വർഗത്തിൽ പകയില്ല, സ്വർഗത്തിൽ അസൂയയില്ല, സ്വർഗത്തിൽ വിരോധമില്ല. അതെല്ലാം ഇല്ലാത്ത ഒരു വീട് അത് നമുക്ക് കിട്ടണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് സൽസ്വഭാവം കൊണ്ടാണ് നേടാൻ കഴിയും. ഞാൻ വലിയ സൽസ്വഭാവിയായിട്ടൊന്നുമല്ല, പക്ഷെ ഞാനിതിങ്ങനെ പറയുന്നത് എന്നോടാണ്. ഞാൻ പെരുമാറുന്ന ആരൊക്കെ ഉണ്ടോ, എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നല്ല രീതിയിൽ പെരുമാറാൻ ശ്രമിക്കണം. അള്ളാഹുവെ നന്നാക്കി തരണേ റബ്ബേ. കണ്ണാടിയിൽ നോക്കുമ്പോൾ ദ്വാരക്കണം എന്നാണ്, അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി കമാ ഹസ്സൻത ഖൽഖി. പടച്ചോനെ, എന്റെ ഗ്ലാമറൊക്കെ നീ നന്നാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ എന്റെ സ്വഭാവം നീ നന്നാക്കി തരണേ എന്ന്. അല്ലാഹുമ്മ ബസ്സിർനാ ബിഉയൂബി അൻഫുസിനാ. പടച്ചോനെ, ഞങ്ങളിലുള്ള കുറവുകൾ നീ ഞങ്ങൾക്ക് കാണിച്ചാട്ട്, ബാക്കിയുള്ളവർ കാണുന്നതിന്റെ മുമ്പ് ഞങ്ങൾക്ക് കാണിച്ചു കേട്ടാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെ നല്ല സ്വഭാവമുള്ളവരായി, ഉത്തമരായി, നല്ല പെരുമാറ്റമുള്ളവരായി ജീവിക്കാനും ഈ ലോകത്ത് സന്തോഷത്തോടെ മരിക്കാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ.